പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, നന്ദിയോടുകൂടി സ്തോത്രസ്വരത്തോടുകൂടി താഴ്മയോടുകൂടി അടിയങ്ങളേവരും നിന്റെ സ്ഥാനയിലായിരിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചൂടുവാൻ സ്വർഗത്തിലെ ദൈവം, അത്യുന്നതനായ ദൈവം ഞങ്ങളെ സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. താങ്ക് യു ലോർഡ്. രാത്രിയുടെ ഈ യാമത്തിൽ ഗോഡ് ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. താവിന്റെ ദാസന് താങ്ക് യു ലോർഡ്, തന്റെ പ്രാർത്ഥനാ മുറിയിൽ കൊടുത്ത ദൈവവചനം ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ അടിയങ്ങൾക്ക് തരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ നിന്ന് ഏൽപ്പിച്ചത് ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയത് ഹല്ലേലൂയ, കർത്താവിൽ നിന്ന് കൈക്കൊണ്ടത് ഹല്ലേലൂയ പകരപ്പെടട്ടെ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഫുൾ പവറിൽ പുതിയ ശക്തിയോടുകൂടി ഹല്ലേലൂയ ആത്മശക്തിയോടുകൂടി അടിയങ്ങൾ ഏറ്റുവാങ്ങുവാൻ തയ്യാറായിരിക്കുന്നു. താങ്ക് യു ലോർഡ്, ഗ്ലോറിഫൈ ഗോഡ്. ഒരുക്കിയ മണ്ണുകൾ ഹല്ലേലൂയ, ഒരുക്കിയ ഹൃദയങ്ങൾ ഹല്ലേലൂയ കർത്താവ് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. അവന്റെ ദാസനെയും അടിയങ്ങൾ ഓരോരുത്തരെയും ഓരോ കുടുംബങ്ങളെയും ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്നവരെയും ഇനി വരുവാനുള്ളവരെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യാതൊരു ഇന്ററപ്ഷനും കൂടാതെ അടിയങ്ങൾ നിന്റെ വചനം ശ്രവിക്കുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ ദാസനെയും കുടുംബത്തെയും മിനിസ്ട്രിയെയും അടിയങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജോൺ സ്പാസിനെ കുടുംബത്തെയും അടിയങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചർച്ചിനെ സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പിനെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങൾ പറയപ്പെട്ട ഈ കഴിഞ്ഞ 4.5 മാസം പറയപ്പെട്ട അതിനപ്പുറം പറയപ്പെട്ട ഓരോ വാഗ്ദാനങ്ങളും അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ഗമിക്കട്ടെ. അടിയങ്ങളുടെ കണ്ണുകൾ അത് കാണട്ടെ, അടിയങ്ങൾ ചെവികളത് കേൾക്കട്ടെ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒന്നുപോലും വിട്ടുപോകാതെ ഗ്ലോറിഫൈ കാൾ കത്തിച്ചു വിളച്ച വിളക്ക് പോലെ ഹല്ലേലൂയ ശോഭിക്കുന്ന പട്ടണം പോലെ ആയിരിക്കാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമ്മാനിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. എല്ലാ കുടുംബങ്ങളെയും അടിയങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇസ്ലാമിന്റെ സമാധാനത്തിന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാൻഡമിക് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമ്മാനിക്കുന്നതിനായി സ്തോത്രം, ഈ ദിവസത്തിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രികാല ദൈവങ്ങളെ കേൾപ്പിക്കുകയും നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ജോസഫ് മോള പാട്ട് നമുക്ക് ലീഡ് ചെയ്യുന്നു. ചേർന്ന് ഒരുമിച്ച് ദൈവത്തെ പാടി ആരാധിക്കാം. സ്തോത്രം. യഹോവയീരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ, തന്നാടി പിണരാൽ സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, വിശ്വാസത്തോടെ നീ മാത്രം മതി എനിക്ക്. യഹോവ എലോഹീം സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താലുളവായെല്ലാം. യഹോവ എലിയോൻ അത്യുന്നതൻ, നീ അങ്ങെപ്പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം എൻ സമാധാനം നൽകി, നിൻ ശാന്തി എന്നിൽ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവ രോഹി നീ എന്നിടയൻ, എന്നെ എന്നും വഴി നടത്തും. യഹോവ ശാലോം എൻ സമാധാനം, നീ എന്നും എന്നാശ്രയമാ. യഹോവ എൽ ശദ്ദായ് സർവശക്തനാ,
ജയവീരനായി കൂടെയുണ്ടവർ നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവയീരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ രാഫ സൗഖ്യദായകൻ, തന്നാടി പിണരാൽ സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവ എലോഹിം സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താലുളവായെല്ലാം. യഹോവ എല്യോൻ അത്യുന്നതൻ, നീ അങ്ങെപ്പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം എൻ സമാധാനം നൽകി, നിൻ ശാന്തി എന്നിൽ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. അപ്പാ നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഹല്ലേലൂയ. എത്ര ഭാഗ്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ തെരഞ്ഞെടുത്ത് തന്റെ മക്കൾ എത്ര ഭാഗ്യമുള്ളവരാ. ദൈവം ഹല്ലേലൂയ അതേ സ്തോത്രം തന്റെ മക്കളാക്കി എടുത്ത് അതിന്റെ അവകാശങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹല്ലേലൂയ യേശു ക്രിസ്തു സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. നാം വചനം വായിക്കുന്ന പോലെ സ്ഥിരമാനസം നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഗിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ. ഹല്ലേലൂയ. അതേ സ്തോത്രം. സ്ഥിരമാനസം നിന്നിൽ ആശ്രയം വെച്ചിരിക്കയാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ഇന്ന് രാത്രികാലം ഈ തുടർമാനം നടക്കുന്ന സൂം മീറ്റിംഗിന്റെ 140 ദിവസം കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ദേഹമന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 139 ദിവസവും ദൈവം സഹായിപ്പാനും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ സാക്ഷിയാക്കി തീരുവാനൊക്കെ ദൈവഭാഗ്യം നൽകിയല്ലോ. ഹല്ലേലൂയ. ദൈവത്താൽ ഐക്യപ്പെട്ട ദൈവഭൃത്യന്മാർ കേട്ട വചനങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ വ്യാപാരങ്ങൾ അനുഭവപ്പെടാൻ തീർന്നു. ഈ 140 ദിവസവും ഹല്ലേലൂയ ദൈവം സംസാരിപ്പാൻ ക്ഷണിച്ചിരിക്കുന്ന ദൈവാസന ദൈവം സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പാസ്റ്റർ അരവിന്ദ് മോഹനായി സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ അതേ ഇന്ന് രാത്രികാലം ഒരുമിച്ചായിരിക്കുന്നവർ എനിക്ക് കാരണമായി തീരുമാറാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിനോട് വളരെ പ്രേരണപ്പെടുന്ന വിശ്വസ്തയോടെ താൻ വേല ചെയ്യുന്ന അനേക ഇടങ്ങളിൽ അനേക സ്റ്റേജുകളിൽ കർത്താവിനെ ഉയർത്തുന്ന ഒരു ദൈവഭൃത്യനാണ് പാസ്റ്റർ അരവിന്ദ് മോഹൻ. ഹല്ലേലൂയ. അതേ സ്തോത്രത്തിനന്തരം പേരുക്കടയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയുടെ ബന്ധത്തിൽ കടന്നു പോകുന്നു. ഹല്ലേലൂയ. അനേക ആയിരങ്ങളെ കർത്താവിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഒരു ദൈവഭൃത്യനാണ് പാസ്റ്റർ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അവിടെ ആയിരിക്കുന്നത് അനുഗ്രഹത്തിന് മാറാകട്ടെ. ആ ദൈവഭൃത്തിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർ നിമിഷങ്ങൾ ദൈവം സൂക്ഷിക്കായി
സമയം വേർതിരിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ ഓർമ്മിക്കാതെ ഒരു അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. പാസ്റ്റർ കേൾപ്പാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. എന്തോ ഒരു ചെറിയ ഒരു തടസ്സം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു പാട്ട് മോള് പാടുന്നുണ്ട്. നീ എന്റെ സംഗീതവും നീ എന്റെ കോട്ട. നീ എന്റെ സംഗീതവും നീ എന്റെ കോട്ടയും. പക്ഷെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വരണം ദയവായിട്ട്. മ്യൂട്ട് കിടക്കാതെ അൺമ്യൂട്ടിങ്. ഓക്കെ, റൈറ്റ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യെസ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി നമുക്ക് ഒരുമിച്ച് ഈ ഓൺലൈൻ സൂമിലൂടെ ഈ ശുശ്രൂഷ അനുഭവിക്കുവാൻ കർത്താവ് ഒരുക്കിയ എല്ലാ നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ എല്ലാവരെയും കാണുവാൻ, നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് തന്ന വിലപ്പെട്ട നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ അനുഗ്രഹീതനായ അഭിഷേകൻ പ്രിയ തങ്ങളുടെ ദൈവം ആത്മീയത്തെ അനുസരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളായി ദൈവ പ്രവൃത്തി അനുഭവിക്കുവാൻ അനുഭവിച്ചുകൊണ്ട് സൗണ്ട് ക്ലിയർ അല്ല, വോയിസ് ക്ലിയർ അല്ല. യെസ്, ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും പാടുവാനും വചനത്തിന്റെ ശക്തി അനുഭവിക്കുവാനും കർത്താവ് തന്നിരിക്കുന്ന വിലപ്പെട്ട നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്ന ജോൺസൺ പാസ്റ്ററിനായി, കുടുംബത്തിനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന വലിയ നിയോഗത്തിനായിട്ട് ആ നിയോഗത്തെ അനുസരിച്ചുകൊണ്ട് ദൈവം ചില നാളുകളായി, ദിവസങ്ങളായി നിങ്ങൾ പ്രാർത്ഥനയിലാണ് എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. ആ ദൈവത്തിന്റെ വലിയ നിയോഗത്തെ ചുമക്കുവാൻ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ദൈവസഭയ്ക്കായി സ്തോത്രം. പ്രിയ അഭിഷേകന്റെ സ്പിരിച്വൽ ലീഡർഷിപ്പിനകത്ത്, ആത്മീക ശിക്ഷണത്തിനകത്ത് ജീവിക്കുന്ന സഭയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. അതോടൊപ്പം ഇന്ന് യേശുവിൽ കടന്നുവന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾക്കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 41 പേരെ കാണുന്നു. ഈ 41 പേർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനവും സ്നേഹവും അറിയിക്കട്ടെ. ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി മാറുവാൻ എന്നെ ക്ഷണിച്ചതുകൊണ്ട് ജോൺസൺ പാസ്റ്ററും സഭയ്ക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത ചില നിമിഷങ്ങൾ ദൈവവചനത്തിന്റെ മഹത്വസുന്ദരമായ വെളിപ്പാടിലേക്ക് നാം കടന്നു വരികയാണ്. അടുത്ത ചില മിനിറ്റുകൾ നിങ്ങൾ ദൈവവചനത്തിന്റെ ശക്തി അനുഭവിക്കുക. വളരെ പ്രാർത്ഥനയോടെ
രക്ഷകനേ Praise you, Jesus. Hallelujah. Praise you, glory, Jesus. Hallelujah. Praise you, glory, Jesus. Hallelujah. Praise you, Jesus. Hallelujah. ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. എല്ലാവരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഇത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിലപ്പെട്ട നിമിഷമാണ്. ഈ നിമിഷം കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അവന്റെ സാന്നിധ്യവുമായിട്ട് നമ്മൾ ഇന്ന് ഇരിക്കുകയാണ്. ദൈവ സാന്നിധ്യവുമായി കൂട്ടിമുട്ടിയവരെല്ലാം ജീവിതത്തിൻ്റെ അസാധാരണമായ മാറ്റത്തിലേക്ക് കടന്നിട്ടുണ്ട്. സോ ഇന്ന് നിങ്ങൾ ദിവസങ്ങളായി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയ്ക്ക് വലിയൊരു മഹത്വത്തെ തുറക്കുവാൻ കഴിയും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുന്നു. വചനത്തിൻ്റെ വലിയ ശക്തി ഇതിനകത്ത് റിവീലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ശക്തി റിവീലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ മക്കളെ അനുഗ്രഹിക്കുകയാണ് കർത്താവേ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണ വെളിപ്പെട്ടു വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടും ദൈവം സംസാരിക്കട്ടെ. അവരുടെ അവസ്ഥയറിഞ്ഞ്, അവരുടെ ഓരോ അവസ്ഥയറിഞ്ഞ് കർത്താവ് സംസാരിക്കട്ടെ. ദൈവം അവരുടെ അവസ്ഥകൾ അറിഞ്ഞവരോട് സംസാരിക്കണം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. സൗണ്ട് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ഒന്നെങ്കിൽ ആ മെസ്സേജ് ഒന്നുകൂടെ എനിക്ക് ക്ലിയർ ആണെന്ന് തന്നാൽ നമുക്ക് മെസ്സേജ് താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. ഓക്കെ, നമ്മുടെ സമയത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവവചനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്ക് വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് വരാം. പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. നിങ്ങളൊരു അസാധാരണ നിയോഗത്തെ ചുമക്കുന്നവരാണ്. ആമേൻ. പുതിയ നിയമസഭ അടിസ്ഥാനമിട്ടിരിക്കുന്നത് ഇൻഫർമേഷനിലല്ല. പുതിയ നിയമസഭ അടിസ്ഥാനമിട്ടിരിക്കുന്നത് റെവലേഷനിലാണ്. പുതിയ നിയമസഭയുടെ ബേസ്മെന്റ് എന്ന് പറയുന്നത് അറിവുകളല്ല, വെളിപ്പാടുകളാണ്. പുതു നിയമസഭ വെളിപ്പാടിൽ ജനിച്ച സഭയാണ്. അതുകൊണ്ടാണ് പ്രതിബന്ധങ്ങൾക്കോ പ്രതിസന്ധികൾക്കോ ആ സഭയെ തടയാൻ കഴിയാത്തത്. പുതിയ നിയമസഭ എന്ന് പറയുന്നത് യഹൂദന്റെ ആലയമല്ല, യഹൂദൻ ആരാധിച്ച പഴയ നിയമത്തിലെ സിനഗോഗുമല്ല. പുതിയ നിയമസഭ എന്ന് പറയുന്നത് യേശുവിന്റെ ശരീരമാണ്. പുതു നിയമസഭയുടെ ശിരസ് യേശുവാണ്.
സോ ഇന്ന് രാത്രി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, നാം ക്രിസ്തുവിന്റെ ശരീരമായ സഭയാണ്. ആ ശരീരത്തിലൂടെ വെളിപ്പെടേണ്ടത് ക്രിസ്തുവിന്റെ ജീവനാണ്. യേശുവിന്റെ ശരീരമായ സഭ ഈ ഭൂമിയിൽ വാഴുവാൻ വിളിക്കപ്പെട്ടവരാണ്. സഭയുടെ അടിസ്ഥാനം വെളിപ്പാടുകളാണ്. ആമേൻ. അപ്പോസ്തലന്മാർ സഞ്ചരിച്ചത്, ശുശ്രൂഷിച്ചത് വെളിപ്പാടിലാണ്. അതുകൊണ്ട് അവർക്ക് സംഭവിച്ച കഷ്ടതകൾ, വേദനകൾ, പീഡനങ്ങൾ, കാരാഗ്രഹങ്ങൾ, കപ്പൽ ഛേദങ്ങൾ, ഏകാന്തതകൾ എല്ലാം ദൈവപ്രവർത്തിക്ക് മുഖാന്തിരമാക്കി അവർ മാറ്റാൻ അവരെ ശക്തീകരിച്ചത് അവരുടെ അകത്ത് ദൈവം നൽകിയ വെളിപ്പാടാണ്. സോ വെളിപ്പാടുള്ളവന് മാത്രമേ പ്രതികൂലത്തെ അതിജീവിക്കുവാൻ കഴിയൂ. വെളിപ്പാടുള്ളവന് മാത്രമേ സാഹചര്യങ്ങളെ അത്ഭുതമാക്കാൻ കഴിയൂ. വെളിപ്പാടുള്ളവന് മാത്രമേ മുൻപിൽ വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ അഭിമുഖീകരിച്ച് ജീവിക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ വെളിപ്പാട് പ്രാപിച്ചവരാകട്ടെ. ഇന്നെന്നെ കാണുന്ന ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം അറിവിൽ ജീവിക്കേണ്ട ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം ക്രിസ്തു എന്ന വെളിപ്പാടിൽ ജീവിക്കേണ്ട ജീവിതമാണ്. ഇന്ന് ഒരുമിച്ച് ഞാൻ നിങ്ങളുമായി ശുശ്രൂഷിക്കുമ്പോൾ അറിയുക, നാം മുമ്പോട്ട് പോകേണ്ടത്, നാം ജീവിക്കേണ്ടത് വെളിപ്പാടിലായിരിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനങ്ങളിലെല്ലാം എഴുതുന്ന ഒരു പദമുണ്ട്. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, ദൈവത്തിൽ നിന്നും പ്രാപിച്ചതുമായിട്ടാണ് അപ്പോസ്തലൻ വന്നിരിക്കുന്നത്. അതെ, ഈ ദിവസങ്ങളിൽ മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചെടുത്തു നിന്നും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനാണ് നമ്മൾ ഈ പ്രാർത്ഥനയുമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. മനുഷ്യരിൽ നിന്ന് പ്രാപിക്കുകയല്ല, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക. എന്നെ കാണുന്ന ദൈവമക്കളെ, കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ നമുക്ക് കഴിയട്ടെ. കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു ശബ്ദം, ഒരു വിഷൻ, ഒരു കാഴ്ച, ഒരു ശബ്ദം, അത് നമ്മെ ജീവിപ്പിക്കും, നമ്മെ അത് ബലപ്പെടുത്തും. ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആരും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പലരും ഈ സാഹചര്യങ്ങളിൽ ഒതുങ്ങി, പലരും ഈ സാഹചര്യങ്ങളിൽ നിരാശകൾ പറയുന്നു, പലരും ഈ സാഹചര്യങ്ങളിൽ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നു. പക്ഷെ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, ദൈവത്തിന്റെ സഭ കാലാകാലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു വന്നിട്ട് തന്നെയാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. സോ സഭയുടെ മുമ്പിൽ ഒരു പ്രതികൂലം വരുമ്പോൾ സഭ തളരേണ്ട അവസ്ഥയല്ല. സഭ ആ പ്രതികൂലത്തിനകത്തുള്ള ദൈവ പദ്ധതിയെ കാണാൻ തയ്യാറാകണം. പ്രതിസന്ധിക്കകത്തുള്ള ഇഷ്യൂസിനെ കാണുന്നതല്ല സഭ, പ്രതിസന്ധിക്കകത്തുള്ള ദൈവ പദ്ധതിയെ കാണുന്നതാണ് സഭ. കയ്യിൽ ചങ്ങല വീഴുമ്പോൾ, മുൻപിൽ കാരാഗ്രഹം അടയുമ്പോൾ, കപ്പൽ തകർന്നു വീഴുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നവരല്ല അപ്പോസ്തലന്മാർ. ആ കയ്യിൽ വീണ ചങ്ങലക്കകത്തും സുവിശേഷത്തിന്റെ വർധനവുണ്ടെന്ന്, തന്റെ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ട കാരാഗ്രഹത്തിനകത്തും വെളിപ്പാടിന്റെ കലവറകളുണ്ടെന്ന്, പ്രതികൂലത്തിന്റെ നടുവിലും ദൈവത്തിന്റെ പദ്ധതി എന്നത് തിരിച്ചറിയുവാൻ പ്രാപ്തരായവരാണ് അപ്പോസ്തലന്മാരെങ്കിൽ ഇന്ന് രാത്രി കണ്ടുകൊണ്ടിരിക്കുന്ന സഭയെ, ഈ സാഹചര്യത്തിനകത്ത് കർത്താവിന് ലോകവ്യാപകമായി ചില അന്ത്യകാല പ്രവർത്തികൾ ചെയ്യാനുണ്ടെന്ന് സഭ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറുവാൻ ആഹ്വാനം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ സമയത്ത് നാം ബലപ്പെടട്ടെ, ഈ സമയത്ത് നാം ധൈര്യപ്പെടട്ടെ. സാഹചര്യങ്ങൾക്കകത്ത് നാം തകർന്നു പോകരുത്. എന്തുകൊണ്ടെന്നറിയാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഇഷ്യൂസ് ഭൂമിയിലേക്ക് സംഭവിക്കുമ്പോൾ, രാജ്യങ്ങളിലേക്ക് സംഭവിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പ്രതിസന്ധി ഞങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ, ഈ പ്രതിസന്ധി കേട്ടിട്ടില്ലല്ലോ, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നാം കാണാത്തത്, കേൾക്കാത്തത്, അറിയാത്തതെല്ലാം സംഭവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു കാര്യമാണ്, മോനെ ഭയപ്പെടണ്ട. അതെന്താണ്? ഈ ഭൂമിയിലേക്ക് COVID-19 എന്ന വൈറസ് വന്നു. അതെ, നീ എന്തിനു ഭയപ്പെടണം? അതെന്താ കാര്യം? പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലുണ്ട്. സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഈ ഭൂമിയിൽ വരുമ്പോൾ സഭ അറിയേണ്ട ഒരു കാര്യം, ഹോളി സ്പിരിറ്റ് ഈസ് ഹിയർ. ഹോളി സ്പിരിറ്റ് ഈസ് ഹിയർ. ഹി ഈസ് നോട്ട് റെസ്റ്റിംഗ്, ഹി ഈസ് വർക്കിംഗ്. ആത്മാവ് പ്രവർത്തിക്കുകയാണ്. എവിടെ? ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുകയാണ്. ഇന്ന് രാത്രി നാം അറിയേണ്ട ഒരു വലിയ സത്യമാണ്, ആത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ ഞാൻ വസിക്കുന്നു. എന്നെ നിയന്ത്രിക്കുന്നത് സാഹചര്യങ്ങളല്ല, എന്നെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാൻ കേൾക്കുന്ന ശബ്ദം സാഹചര്യങ്ങളുടെ ശബ്ദമല്ല, ഞാൻ കേൾക്കുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്. എന്നെ നയിക്കുന്നത് സാഹചര്യങ്ങളുടെ ഇൻസിഡൻസുകളല്ല, എന്നെ നയിക്കുന്നത് അകത്തു വ്യാപരിക്കുന്ന ആത്മാവിന്റെ ചലനമാണ്. ആ ആത്മാവിൽ ഞാൻ വസിക്കുന്നു, ആത്മാവിൽ ഞാൻ നിയന്ത്രിക്കപ്പെടുന്നു, ആത്മാവിന്റെ ഇഷ്ടങ്ങൾ ഞാൻ അറിയുന്നു, ആത്മാവിന്റെ ശബ്ദം ഞാൻ അനുഭവിക്കുന്നു.
ആത്മീകന്മാർ എഴുന്നേൽക്കേണ്ടത്. സഹോദരങ്ങളെ, ആത്മാവിന്റെ ജീവിതം ഈ സാഹചര്യങ്ങളിൽ ആരംഭിക്കട്ടെ. ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾക്കകത്ത് ആത്മാവ് വസിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം എനിക്കൊരു വലിയ ഉറപ്പുണ്ട്, ഏത് സാഹചര്യത്തിൽ നിന്നും എവിടെ നിന്നും റീക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. ഏത് സാഹചര്യത്തിൽ നിന്നും തിരികെ കൊണ്ടുവരാൻ കഴിയുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. വേദപുസ്തകം മുഴുവൻ നമ്മൾ പഠിച്ചോ, ഏത് സാഹചര്യത്തിൽ നിന്നും ക്രിയേറ്റീവ് മിറക്കിൾസിനെ റിവീൽ ചെയ്യാൻ കഴിയുന്ന ആ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. അപ്പോൾ ഇന്ന് രാത്രി നാം അറിയേണ്ട സത്യം, സാഹചര്യങ്ങളെ തകർക്കുന്ന COVID-19 എന്ന വൈറസ് ഈ ഭൂമിയിലുണ്ട്. രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുന്ന ഈ രോഗം ഈ ഭൂമിയിലുണ്ട്. സഭകൾക്കെതിരെ, ആത്മീകർക്കെതിരെ, ശുശ്രൂഷകൾക്കെതിരെ പല പ്രതിസന്ധികൾ ഉയർത്തുന്ന ഈ ഇഷ്യൂസ് ഈ ഭൂമിയിലുണ്ട് എന്ന അറിവിനേക്കാൾ ഏത് സാഹചര്യത്തിൽ നിന്നും ദൈവപ്രവൃത്തിയെ റീക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന സത്യമാണ് സഭ ഇവിടെ തിരിച്ചറിയേണ്ടത്. എൻ്റെ മുൻപിൽ പ്രതികൂലമുണ്ട് എന്നതല്ല, എൻ്റെ അകത്ത് ആത്മാവുണ്ടെന്ന് സഭ പറയാൻ തുടങ്ങട്ടെ. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ കുടുംബമായി എന്നെ കാണുന്നു എങ്കിൽ അടുത്തിരിക്കുന്നവരെ തട്ടി വിളിച്ചു പറഞ്ഞേ, മുൻപിൽ പ്രതികൂലമുണ്ടെന്ന് പറയേണ്ടതല്ല സഭ. വലിയ പ്രതിസന്ധികൾ ആഞ്ഞടിക്കുന്നു എന്ന് പറയേണ്ടതല്ല സഭ. നമ്മുടെ ഉള്ളിൽ ആത്മാവായവൻ വസിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ആത്മാവായവൻ ജീവിക്കുന്നു. ഏത് സാഹചര്യത്തിൽ നിന്നും സകലതിനെയും പുനഃസൃഷ്ടിക്കാൻ കഴിയുന്ന ആത്മാവായവൻ എന്റെ ഉള്ളിൽ വസിക്കുന്നു. ഇത് പ്രവചിക്ക്, ഇത് പ്രഖ്യാപിക്ക്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനത്തിന്റെ അന്തരീക്ഷം മാറും. ഇത് ഭയം പറയുമ്പോൾ തന്നെ ഭയത്തിന്റെ ആത്മാവ് വിട്ടുമാറും. ഇത് പറയുമ്പോൾ തന്നെ സ്വർഗതുല്യമായ ദൈവപ്രവൃത്തികൾ സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കും. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് സഹോദരങ്ങളെ. നമ്മൾ പരിശുദ്ധാത്മാവിൽ വസിക്കുന്നു. ആമേൻ. നാം ആത്മാവിൽ ജീവിക്കുന്നു. അപ്പോൾ ബൈബിൾ പറയുന്നു, പരിശുദ്ധാത്മാവ് ഏത് സാഹചര്യത്തിൽ നിന്നും നമ്മെ ജീവിപ്പിക്കുവാൻ, വഴി നടത്തുവാൻ, റീസ്റ്റാർട്ട് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. പരിശുദ്ധാത്മാവിന്റെ ഒന്ന് രണ്ട് ക്യാരക്ടറുകൾ ഞാൻ ഒന്ന് പറയുമ്പോൾ, ആത്മാവിൽ വസിക്കുന്നവർക്ക് അതൊരു അനുഗ്രഹമായി മാറും. പരിശുദ്ധാത്മാവിനെ നാം നിയന്ത്രിക്കുകയല്ല, പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുകയാണ്. ദൈവപ്രവൃത്തി നമ്മുടെ ലൈഫിൽ അനുഭവിക്കണമെങ്കിൽ, നാം ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനശാലകളാകണമെങ്കിൽ, ദൈവ ഇഷ്ടം നമ്മിലൂടെ റിവീൽഡ് ആകണമെങ്കിൽ, നാം പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കുന്ന നിലവാരമല്ല, നമ്മുടെ ആവശ്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന നിലവാരമല്ല, നമ്മെ തന്നെ ആത്മാവിന് സമർപ്പിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മൾ വരട്ടെ. ഒന്നുകൂടെ പറഞ്ഞാൽ, ആത്മാവിനെ അനുകരിക്കുന്നവരെ അല്ല ഇന്ന് ലോകത്തിന് ആവശ്യം, ആത്മാവിനെ അനുവദിക്കുന്നവരെയാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യം. എന്നെ കാണുന്നവരെ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ആത്മാവിനെ അനുവദിക്കുന്നവരിലൂടെ മാത്രമേ ആത്മാവിന്റെ പ്രവർത്തികൾ ഈ ഭൂമി കാണുകയുള്ളൂ. എങ്കിൽ ഇന്ന് വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിച്ചോ, ഞാൻ ആത്മാവിനെ അനുവദിക്കുന്നവനാണോ അതോ ആത്മാവുള്ളതുപോലെ അഭിനയിക്കുന്ന ആളാണോ? Praise the Lord, praise the Lord, praise the Lord, praise the Lord. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ നമ്മൾ കണ്ടു. അപ്പോസ്തലന്മാർ പ്രദർശനശാലകളായി മാറി. എങ്ങനെയാണ് അത് മാറിയത്? അവരാരും പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചവരല്ല. ഒരു കാര്യം വ്യക്തമായി കേൾക്കണം, പത്രോസ് പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചു എന്ന് ബൈബിളിൽ ഞാൻ വായിച്ചിട്ടില്ല. പൗലോസ് പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചു എന്ന് ഞാൻ ബൈബിളിൽ വായിച്ചിട്ടില്ല. പക്ഷെ ബൈബിളിൽ ഞാൻ വായിച്ചു, പരിശുദ്ധാത്മാവ് പത്രോസിനെ ഉപയോഗിച്ചു, ആത്മാവ് പൗലോസിനെ ഉപയോഗിച്ചു. അവർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവരോട് സംസാരിച്ചു, ആത്മാവരോട് സംസാരിച്ചു, ആത്മാവ് അവരെ അയച്ചു. ഇതൊക്കെയാണ് ഞാൻ കേട്ടത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ ഞാൻ ഉപയോഗിക്കുന്ന ശുശ്രൂഷയല്ല ആത്മാവിന്റെ ശുശ്രൂഷ, പരിശുദ്ധാത്മാവിനാൽ ഞാൻ ഉപയോഗിക്കപ്പെടുന്ന ശുശ്രൂഷയാണ് ആത്മാവിന്റെ ശുശ്രൂഷ. പലപ്പോഴും നമ്മുടെ ലൈഫിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാം? പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചു. നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് നമ്മൾ ആത്മാവിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു. നമ്മുടെ താല്പര്യങ്ങളിലേക്ക് നാം ആത്മാവിനെ കൂട്ടുപിടിച്ചു.
നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ നാം ആത്മാവിന്റെ സഹായം ചോദിച്ചു. പക്ഷേ നാം ചോദിക്കേണ്ട ഒരു ചോദ്യം, ആത്മാവേ എൻ്റെ മേലുള്ള നിന്റെ ഇഷ്ടം എന്താണ്? ആത്മാവേ എൻ്റെ ജീവിതത്തിലുള്ള അങ്ങയുടെ ഇഷ്ടം എന്താണ്? എനിക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്, പക്ഷെ എൻ്റെ ഇഷ്ടങ്ങളിലൂടെ നടക്കുന്ന ജീവിതത്തിലല്ല ഞാൻ ഇറങ്ങിയത്. അങ്ങയുടെ ഇഷ്ടത്തിലേക്ക് എന്നെ സമർപ്പിക്കുന്ന ഒരു ജീവിതത്തിലേക്കാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഈ രാത്രി എന്നെ കാണുന്നവരെ, നിങ്ങൾ വിശ്വസിച്ചോ? ആത്മാവ് ഒരു വ്യക്തിയെ നിയന്ത്രിക്കാൻ ആരംഭിച്ചാൽ, വളരെ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിൽ ഒരാൾ അയാളെ അനുവദിക്കാൻ ആരംഭിച്ചാൽ, ആത്മാവിന്റെ ഹിതത്തിലേക്ക് സമ്പൂർണമായി സമർപ്പിച്ചാൽ, അവിടെ ആരംഭിക്കുന്നത് അനുഗ്രഹമല്ല, അവിടെ ആരംഭിക്കുന്നത് വിടുതലല്ല, അവിടെ ആരംഭിക്കുന്നത് ഒരു പുതിയ ജീവിതമാണ്. ഈ രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ഒരു ന്യൂ ലൈഫ് ചിലരുടെ ലൈഫിൽ ഓപ്പൺ ആകുന്ന ഒരു മീറ്റിംഗ് ആണെന്ന്. പരിശുദ്ധാത്മാവ്, ഓ ജീസസ് ജീസസ് ജീസസ്, ഒരു പുതിയ അത്ഭുതത്തെക്കാൾ, ഒരു പുതിയ വിടുതലിനേക്കാൾ, ഒരു പുതിയ ഭവനത്തെക്കാൾ, ഒരു പുതിയ അനുഗ്രഹത്തെക്കാൾ, സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പ്രാപ്തിയുള്ള, എവിടെയും എപ്പോഴും ക്രിസ്തുവിൽ ജയത്തിന്റെ ഉത്സവമായി ജീവിക്കാൻ ശക്തി തരുന്ന ഒരു പുതിയ ജീവിതം ആരാണ് ഈ രാത്രി വിശ്വസിക്കുന്നത്? I have a new life in Christ. സഭയ്ക്ക് ആവശ്യം ഒരു പുതിയ ജീവിതമാണ്. വിശ്വാസ സമൂഹത്തിന് ആവശ്യം ഒരു പുതിയ ജീവിതമാണ്. ആത്മാവരോട് പറയാൻ പറയുന്നു, ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചില കുടുംബങ്ങളോട് പ്രവചിക്കാൻ പറയുന്നു. 55 പേർ എന്നെ കാണുന്നു. ഞാൻ ഓരോരുത്തരെ എടുത്ത് ഞാൻ അത് സെർച്ച് ചെയ്ത് ദൂത് പറയാനാണെങ്കിൽ നമുക്ക് സമയം മുമ്പോട്ട് പോകും. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് എനിക്ക് കൂടുതൽ സമയമെടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് എത്തിയതാണ്. മറ്റൊരു മീറ്റിംഗ് കൂടെ കണക്റ്റായി പോയി, അത് ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പേഴ്സണലി നിങ്ങളെ നോക്കാതെ ദൂത് റിലീസ് ചെയ്യുന്നു. ചില ഭവനങ്ങൾക്ക് ഒരു പുതിയ ജീവിതം ഈ മീറ്റിംഗിൽ ആരംഭിക്കും. ജോൺസൺ പാസ്റ്റർ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന മീറ്റിംഗ് ഉണ്ടല്ലോ, അഭിഷേകത്തിന് നിങ്ങൾ തന്നിരിക്കുന്ന നിയോഗം ഉണ്ടല്ലോ, ഇത് ഒരുപാട് പേർക്ക് പുതിയ അനുഗ്രഹം കൊണ്ടുവരുന്ന മീറ്റിംഗ് മാത്രമല്ല, ഇത് ഒരുപാട് പേരെ വിടിവിക്കുന്ന മീറ്റിംഗ് മാത്രമല്ല. ആത്മാവ് പറയുന്നു, ചിലർക്ക് പുതിയ ജീവിതം സെറ്റ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണ്. ചിലർക്ക് പുതിയ ലൈഫ് കൊണ്ടുവരുന്ന ഒരു മീറ്റിംഗ് ആണ്. ആത്മാവിന്റെ പുതിയൊരു ലൈഫ് കൊണ്ടുവരുന്ന ഒരു മീറ്റിംഗ് ആണ്. ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. ഒരു പുതിയ ജീവിതത്തിന്റെ ഉടമസ്ഥനായി പരിശുദ്ധാത്മാവ് ചിലരെ മാറ്റുന്നത് തന്നെ കാണുന്നു. അപ്പൊ നോക്കിക്കേ, പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരെ ഉപയോഗിച്ചപ്പോൾ അപ്പോസ്തലന്മാർ ദൈവപ്രവൃത്തിയുടെ പ്രദർശനശാലകളായി മാറി. റോമാലേഖനം 8-ാം അധ്യായം പറയുന്നു, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ആത്മാവിനെ നടത്തുന്നവരല്ല, ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അപ്പോ ഇന്ന് ഞാനൊരു കാര്യം പറയാം, ആത്മാവിനെ നാം നടത്തുകയല്ല, ആത്മാവിനാൽ ഞാൻ നടക്കുകയാണ്. ആ പദം ഒരിക്കൽ കൂടെ, ആത്മാവിനെ ഞാൻ നടത്തുകയല്ല, ആത്മാവിനെ ഞാൻ നടത്തുകയല്ല, ആത്മാവ് എന്നെ നടത്തുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് അത് അനുഭവിക്കാൻ തയ്യാറായിക്കോ. ഞാൻ ആത്മാവിനെ നടത്തുകയല്ല, ആത്മാവിനാൽ ഞാൻ എന്നെ തന്നെ ആത്മാവിൽ നടക്കുവാൻ. ഞാനിത് പറയുമ്പോൾ സ്തോത്രം, എൻ്റെ കൂടെ ആത്മാവ് നടക്കുന്ന ജീവിതമല്ല സൂപ്പർ നാച്ചുറൽ ലൈഫ് എന്ന് പറയുന്നത്. സൂപ്പർ നാച്ചുറൽ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ ആത്മാവിന്റെ കൂടെ നടക്കാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന ജീവിതമാണ് സൂപ്പർ നാച്ചുറൽ ലൈഫ്. ആത്മാവ് നടക്കുന്നതിലൂടെ ഞാൻ നടക്കാൻ ആഗ്രഹിച്ചാൽ എൻ്റെ ലൈഫ് മുഴുവൻ ഒരു അത്ഭുതമായിരിക്കും. കാരണം പരിശുദ്ധാത്മാവ് ആരെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ, ആരെയൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടോ, മരണം പോലും അവരുടെ മുമ്പിൽ തോറ്റുപോയി. ഇന്ന് ജഡത്താൽ നിയന്ത്രിക്കുന്ന ചില വീടുകൾ, ഓ ജീസസ്, ചിന്തകളാൽ ഭരിക്കപ്പെടുന്ന ചില ഭവനങ്ങൾ, ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കുന്ന ചില വീടുകൾ, യേശുവിൻ നാമത്തിൽ കട്ടായിട്ട് ആത്മാവിനാൽ നിയന്ത്രിക്കുന്ന ലൈഫായി മാറട്ടെ.
ഏറ്റവും വലിയ വിടുതൽ എന്തെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, സാഹചര്യങ്ങൾ നിയന്ത്രിക്കുന്ന വ്യക്തി ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന കണക്ഷൻസിലേക്ക് ഒരു വ്യക്തിക്ക് മാറാൻ കഴിയുന്ന അത്ഭുതമാണ് ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം. കുടിലിൽ കിടക്കുന്നവൻ കൊട്ടാരത്തിലെത്തുന്നത് മിറക്കിളാണ്. അവൻ ദരിദ്രൻ സമ്പന്നനാകുന്നത് മിറക്കിളാണ്. ആമേൻ. 100 പേരുള്ള സഭ 10,000 പേരാകുന്നത് മിറക്കിളാണ്. പക്ഷേ കിങ്ഡം ലൈഫ് എന്ന് പറയുന്ന ഏറ്റവും വലിയ അത്ഭുതം, ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തി, ചിന്തകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തി, സാഹചര്യങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തി, മാനസിക സംഘർഷങ്ങളാൽ അഡിക്റ്റ് ആകുന്ന ഒരു വ്യക്തി, അതിൽ നിന്നും ജയത്തിന്റെ ജീവിതത്തിലേക്ക് കടക്കാൻ ആത്മാവായവനെ അനുവദിക്കുകയും ആത്മാവായവനിൽ വസിക്കുകയും ആത്മാവായവനെ നിയന്ത്രിക്കാൻ അനുവദിക്കുകയും ദേഹം, ദേഹി, ജഡം, ശരീരം, മനസ്സ് എല്ലാം ആത്മാവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആത്മാവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനൊരു ജീവിതത്തിനെ യുണൈറ്റഡ് ആകുന്ന ഒരു അത്ഭുതം ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയിൽ നടക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം അതാണ്. ആ വ്യക്തി കഷ്ടതകൾ വരില്ലെന്ന് ഞാൻ പറയത്തില്ല. ആ വ്യക്തിക്ക് വരുന്ന കഷ്ടതകളെല്ലാം അത്ഭുതങ്ങളായി മാറും. ആ വ്യക്തിക്ക് നിരാശ വരില്ലെന്ന് ഞാൻ പറയില്ല. ആ വ്യക്തിയുടെ മുമ്പിൽ വരുന്ന നിരാശകൾ പ്രത്യാശകളായി മാറും. ആ വ്യക്തിക്ക് പ്രതിസന്ധി വരില്ല എന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ആ വ്യക്തിയുടെ മുമ്പിൽ പ്രതിസന്ധി വന്നാൽ അത് അടുത്ത അത്ഭുതത്തിന്റെ വെട്ടിത്തുറക്കലായി മാറും. ഇതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിച്ചത്. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആത്മാവിന്റെ നിയന്ത്രണം ഇന്ന് സകലരിലേക്കും വരട്ടെ. ഒരു പുതിയ ബന്ധം ഇന്ന് ആരംഭിക്കട്ടെ. ഒരു പുതിയ ബന്ധത്തിലേക്ക് സഭ കടക്കട്ടെ. ഒരു പുതിയ ബന്ധത്തിലേക്ക് വിശ്വാസ സമൂഹം കടക്കട്ടെ. എവിടെയെങ്കിലും നിങ്ങൾ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അനുസരിക്കുകയും വേണം, എന്നാൽ ജഡത്താൽ തോറ്റുപോകുകയും ചെയ്യുന്നു. ആത്മാവിന്റെ ഇഷ്ടം അറിയുകയും വേണം, എന്നാൽ സാഹചര്യത്താൽ പിടിക്കപ്പെടുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, എന്നാൽ ജഡത്താൽ തോറ്റുപോകുകയും ചെയ്യുന്നു. ആരാധിക്കുകയും ചെയ്യുന്നു, മണിക്കൂറുകൾക്കപ്പുറത്ത് പ്രതിസന്ധികളാൽ വലയുകയും ചെയ്യുന്നു. വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു, അവിശ്വാസത്താൽ പിടിക്കപ്പെടുകയും ചെയ്യുന്നു. വലിയ ദൈവപ്രവർത്തി അനുഭവിക്കാൻ ഇറങ്ങുകയും ചെയ്യുന്നു, എന്നാൽ അടുത്ത നിമിഷം ചില നിസ്സാര കാര്യങ്ങളാൽ തകർന്നു പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ പ്രശ്ന സങ്കീർണമായ ഫൈറ്റിംഗ്സിനകത്ത് ആരോടും പറയാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഭവനമേ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ആത്മാവ് നിങ്ങളോട് പറയുന്നു, ആ സ്ട്രഗിൾസിൽ നിന്നും ദൈവാത്മാവ് നിന്നെ പുറത്തെടുത്ത് ജയകരമായ ഒരു ജീവിതത്തിന്റെ ഉടമസ്ഥനാക്കി മാറ്റുകയാണ്. വ്യക്തമായി എന്നോട് സംസാരിക്കുന്നത്, ജീവിതത്തിൽ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നവർ ഇതിനകത്ത്, ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നവർ ഇതിനകത്ത്, ആരോട് ഞാനിത് പറയും? ആരെ കൊണ്ട് ഇത് വിടുവിക്കാൻ കഴിയും? ഇന്ന് നിങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന വ്യക്തിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് പരിശുദ്ധാത്മാവാണ്. അദ്ദേഹം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. അദ്ദേഹം വസിക്കുന്ന മന്ദിരമാണ് നിങ്ങൾ. പ്രാർത്ഥിക്കും. ആവിയാനവരേ, ഉന്തൻ വല്ല
സ്ട്രഗിൾസ് നിന്ന് പുറത്തു വരണം. പരിശുദ്ധാത്മാവേ, ഈ മീറ്റിംഗ് ഒരിക്കലും നിസ്സാരമായി മാറല്ലേ. ഈ മീറ്റിംഗിന്റെ റിസൾട്ട് ന്യൂ ലൈഫ് ആകട്ടെ, റിസ്റ്റോറേഷൻ ആകട്ടെ. Hallelujah, hallelujah, praise you Jesus. ഏത് അവസ്ഥയിൽ നിന്നും നമ്മെ തിരികെ കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഏത് സ്ഥാനത്ത് നിന്നും റീസ്റ്റോർ ചെയ്യാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തകത്തിന്റെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്കറിയാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അടുത്ത വാക്യം, ഭൂമി പാഴും ശൂന്യമായി പോയി, ആഴത്തിന്മീതെ ഇരുട്ടുണ്ടായി, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു. ഇന്ന് നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കാഴ്ച, ഹോളി സ്പിരിറ്റ് ബ്രൂഡഡ്, പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന എല്ലാ ലൈഫിലും, എല്ലാവരുടെ ലൈഫിലും പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുക. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരം പിടിച്ചിട്ട് പറഞ്ഞു, ആത്മാവ് പരിവർത്തിക്കുന്ന എന്ന് പറഞ്ഞു. നമ്മുടെ ലൈഫിൽ ആത്മാവ് പരിവർത്തിക്കുക, നമ്മുടെ ലൈഫിൽ ആത്മാവ് പരിവർത്തിക്കുക എന്ന് പറഞ്ഞ് ഏതോ മീറ്റിംഗിന്റെ അവസാനം 2 അന്യഭാഷ പറയാൻ വേണ്ടി കർത്താവ് ഈ ഭൂമിയിൽ തന്നിട്ട് പോയ ആളല്ല പരിശുദ്ധാത്മാവ്. നമ്മുടെ വേദികളിൽ ശുശ്രൂഷിക്കുവാൻ സപ്പോർട്ടറായി നമുക്ക് തന്ന ഒരു സപ്പോർട്ടർ അല്ല പരിശുദ്ധാത്മാവ്. എന്റെ അകത്തു നിന്ന് ആത്മാവ് പോയിട്ടില്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടി ചില കൃപാവരങ്ങളെ റിലീസ് ചെയ്തുകൊണ്ട് ആത്മാവിനിൽ വസിക്കുന്നു എന്ന് മാത്രം പറയാൻ കർത്താവ് തന്നയാളല്ല പരിശുദ്ധാത്മാവ്. നമ്മോടൊപ്പം വസിക്കാൻ, നമ്മിൽ വസിക്കാൻ, നമ്മിൽ ഇരുന്ന് ജീവിക്കാൻ, നമ്മിലൂടെ പ്രവർത്തിക്കാൻ, നമ്മെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ, ആമേൻ, സ്വർഗത്തിന്റെ ഇഷ്ടങ്ങൾ മുഴുവൻ ഈ ഭൂമിയിൽ നാം എന്ന വ്യക്തിയിലൂടെ നിറവേറ്റാൻ സ്വർഗം നമുക്കും നൽകിയ നമ്മുടെ ലീഡറാണ്, നമ്മുടെ കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം അറിയുന്നില്ല. പലപ്പോഴും പരിശുദ്ധാത്മാവിന് എന്താണ് നമ്മളോട് പറയാനുള്ളത് നമ്മൾ അറിയുന്നില്ല. നാം പലപ്പോഴും നമ്മുടെ ആശയങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറഞ്ഞ് നാം ബിസിയാകുക. എപ്പോഴെങ്കിലും ദൈവമേ, ആത്മാവേ, അങ്ങേക്ക് ഈ വിഷയത്തിൽ എന്താണ് എന്നോട് പറയാനുള്ളതെന്ന് നാം ചോദിച്ചിട്ടുണ്ടോ? ഈ 2020 ഞങ്ങൾ കടന്നു പോകുന്നല്ലോ. അതെ, നമ്മൾ എത്ര പേർ ചോദിച്ചിട്ടുണ്ട്, കർത്താവ് ഈ 2020 എന്നെ നീ ജീവനോടെ നിർത്തി ഈ പ്രതിസന്ധിയുടെ നലിവിലൂടെ നടത്തി, 1000-ങ്ങളും 10,000-ങ്ങളും രോഗം ആയപ്പോ നിങ്ങൾ അതിന് നടുവിലൂടെ നടന്നു. കോവിഡ് വൈറസ് എത്രയോ പ്രാവശ്യം നമ്മളെ തൊട്ടു. പക്ഷെ അവിടെയൊക്കെ ഒരു അത്ഭുതമായി ഈ രാത്രി നാം നടക്കുമ്പോ ഈ സിറ്റുവേഷൻസിൽ ആത്മാവേ, എന്നെ കുറിച്ച്, എന്റെ കുടുംബത്തെ കുറിച്ച്, എന്റെ മക്കളെ കുറിച്ച്, എന്റെ ചർച്ചിനെ കുറിച്ച് അങ്ങയുടെ ആഗ്രഹം എന്താണ്? എത്ര പേർ ചോദിച്ചിട്ടുണ്ട്? ഞാൻ എന്തുകൊണ്ട് ഈ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നു എന്ന് എത്ര പേർ ചോദിച്ചിട്ടുണ്ട്? അവിടെ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും ആത്മാവിന്റെ ശബ്ദം. അവിടെ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും ആത്മാവിന്റെ ശബ്ദം. ആ ശബ്ദം നിങ്ങളെ ധൈര്യപ്പെടുത്തും. ഉന്നതനാം തങ്ക ഉന്നതനാം
പുസ്തകം 1-ാം അധ്യായം നമുക്ക് വളരെ വിശ്വാസത്തോടെ ആ വെളിപ്പാടുകൾ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചതെല്ലാം ബെസ്റ്റാണ്. ദൈവം സൃഷ്ടിക്കുന്നതെല്ലാം പെർഫെക്റ്റ് ആണ്. ദൈവത്തിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന വിശ്വാസം, ദൈവത്തിൽ നിന്നാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന വിശ്വാസം നിങ്ങളെ പെർഫെക്റ്റ് ആക്കി മാറ്റും. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ മോഹനന്റെയും ശ്രീദേവിയുടെയും മകനായിട്ടാണ് ജനിച്ചത്. മോഹനന്റെയും ശ്രീദേവിയുടെയും മകനായിട്ട് ജനിച്ചപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് എന്നോട് പറഞ്ഞു, എന്റെ ജാതകം പറഞ്ഞു, ഇവനൊരു ശാപമാണ്. ഇവൻ ജനിച്ചത് ശാപജാതകത്തിലാണ്. ഇവൻ വളർന്നാൽ കുടുംബം നശിക്കും. ഇവൻ വളരും തോറും കുടുംബം തകർന്നു പോകും. 7ാമത്തെ വയസ്സിൽ അപ്പൻ മരിച്ചു. 8ാമത്തെ വയസ്സിൽ കുടുംബം തകർന്നു. 28 വയസ്സുള്ള ഒരു അമ്മ 8 വയസ്സുള്ള മകനെയും 3 വയസ്സുള്ള മകളെയും കൊണ്ട് സ്വന്തം കുടുംബത്തിൽ നിന്ന് അടിച്ചിറക്കി. ശപിക്കപ്പെട്ടവർ ഇനി ഈ കുടുംബത്തിൽ നിന്നാൽ അത് സകലരും നശിക്കപ്പെടുമെന്നുള്ള ജാതകത്തിന്റെ ദോഷഫലം കുടുംബത്താൽ തകർക്കപ്പെട്ടു, റിജക്ട് ചെയ്യപ്പെട്ടു. മരിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു അമ്മയുടെ മൂത്ത മകനാണ് ഇന്ന് രാത്രി ഈ സൂം ഓൺലൈനിലൂടെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അസാധാരണക്കാരാണ്, നിങ്ങൾ ദൈവത്തിൽ നിന്ന് വന്നവരാണ്, നിങ്ങളൊരു അത്ഭുതമാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഞാൻ ഇന്ന് ചലഞ്ച് ചെയ്യുന്നു. ഒരു പ്രസംഗനായിട്ടല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നതെല്ലാം എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചതാണ്. സഹോദരങ്ങളെ, ശാപഗ്രസ്തനായി ജീവിച്ചു. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ശപിക്കപ്പെട്ടവരായി ജീവിച്ചു. എൻ്റെ അമ്മ എത്ര പ്രാവശ്യം സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ശാപമാണ്. ഞാൻ എന്തിനാണ് ജനിച്ചത്? ദൈവമേ, എന്തിനാണ് എന്നെ കുടുംബത്തിൽ ജനിപ്പിച്ചത്? പറയാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ. തകർന്ന് മരിച്ചാൽ മതി എന്ന് ചിന്തിച്ച് നാട് വിട്ടുപോവുകയും ലൈഫ് തന്നെ സ്പോയിലാകുകയും ചെയ്യുമ്പോൾ 16ാമത്തെ വയസ്സിലാണ് ഒരു പാവപ്പെട്ട ഒരു അമ്മച്ചിയുടെ അധരത്തിൽ നിന്ന് വീണ ഒരു ശബ്ദമാണ്, യേശു നിന്നെ വിടിവിക്കുമെന്നൊരു ശബ്ദം. അതുവരെ ഞാൻ കേൾക്കാത്തൊരു ശബ്ദം. ഞാൻ ചെന്നെടുത്തും, ഞാൻ ആരാധിച്ചെടുത്തും, ഞാൻ പോയെടുത്തും, എൻ്റെ ജാതകം തുറന്നെടുത്തും എല്ലാം ഞാനൊരു ശാപമാണെന്നും ഞാനൊരു തകർച്ചയാണെന്നും എന്ന് പറഞ്ഞപ്പോൾ, ഇതാ വേദപുസ്തകം തുറന്നപ്പോൾ ഞാൻ അറിഞ്ഞൊരു സത്യമുണ്ട്. ഞാൻ ക്രിസ്തുവിൽ ഒരു അത്ഭുതമാണ്, ഞാൻ ദൈവത്തിലൊരു അതിശയമാണ്. ഈ രാത്രി എന്നെ കാണുന്നവരെ, നിങ്ങളെ നോക്കി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ പറയേണ്ടത്, ഞാൻ ക്രിസ്തുവിൽ ഒരു അത്ഭുതമാണ്. ഞാൻ പറയാൻ വന്നത് ഇതാണ്. ഞാൻ ശ്രീദേവിയുടെ മോഹനന്റെയും മകനായിട്ട് ജനിച്ചപ്പോൾ ലോകം പറഞ്ഞു, യു ആർ എ കേഴ്സ്. പക്ഷെ 16ാമത്തെ വയസ്സിൽ ബൈബിൾ ഞാൻ പഠിക്കാൻ തുടങ്ങി. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ഭൂമിയിലേക്ക് വരാൻ ദൈവം ഉപയോഗിച്ച 2 ശരീരങ്ങളാണ് മോഹനനും ശ്രീദേവിയും. സത്യത്തിൽ ഞാൻ വന്നത് അവരിൽ നിന്നല്ല, അവരിലേക്കാണ് ഞാൻ വന്നത്. അനാദി കാലങ്ങൾക്ക് മുൻപേ ഞാൻ ഈ ഭൂമിയിൽ വരണമെന്നും 2020 ഇവിടെ ജീവിക്കണമെന്നും ഈ പ്രതികൂലത്തിലൂടെ കടന്നു പോകണമെന്നും ഈ പ്രതികൂലത്തിലൂടെ കടന്നുപോയി ആയിരങ്ങളെ ജീവിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ അഭിഷക്തനായി മാറണമെന്നും അനാദി കാലങ്ങൾക്ക് മുൻപേ പദ്ധതിയിട്ടത് മോഹനനും ശ്രീദേവിയല്ല. മോഹനനും ശ്രീദേവിയും എന്നെ കാണുന്നതിന് മുൻപേ എന്നെ അറിഞ്ഞവനിൽ നിന്നാണ് ഞാൻ ജനിച്ചത്. ഈ രാത്രി എത്ര പേർക്ക് ഇത് കൺഫസ് ചെയ്യാൻ കഴിയും? ഞാൻ അവനിൽ നിന്ന് വന്നിരിക്കുന്നു. പറഞ്ഞു, ഞാൻ അവനിൽ നിന്ന് വന്നിരിക്കുന്നു. ഞാൻ അവനിൽ നിന്ന് വന്നിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതൊരു പ്രസംഗമായിട്ട് എടുക്കരുത്. ഈ വാക്കുകൾ നിങ്ങൾ റിസീവ് ചെയ്യുക. ഞങ്ങളിത് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളായി ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അസാധാരണമായ പ്രവർത്തികളാണ്. സോ ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു മെസ്സേജ് അല്ല, ഇറ്റ്സ് എ മിനിസ്ട്രി. നിങ്ങളെ ശുശ്രൂഷിക്കുവാനാണ് ഞാൻ വന്നത്. സോ നിങ്ങളുടെ ഭവനത്തിനകത്ത് പലരും പറഞ്ഞില്ലേ, നീ ഉയരത്തില്ല, നീ തകർന്നു പോകും, നിന്റെ തലമുറ ശാപമാണ്. ആ വാക്കുകളെ ബ്രേക്ക് ചെയ്യാൻ നിങ്ങളുടെ അധരത്തിന് കഴിയും. വിളിച്ചു പറ, ഞാൻ ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. കർത്താവിൽ നിന്ന് വരുന്നതെല്ലാം പെർഫെക്റ്റ് ആണ്. സോ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കാം, നമ്മുടെ ശരീരത്തിന് രോഗം ഉണ്ടായിരിക്കാം, നമ്മുടെ ചുറ്റുപാടുകൾക്ക് പ്രതികൂലം സംഭവിക്കാം. പക്ഷെ നമ്മൾ ജനിച്ചത് ആത്മാവിൽ നിന്നാണ്. ദൈവത്തിന്റെ ആത്മാവിലാണ് ഞാൻ ജനിച്ചത്. ഒന്നുകൂടെ പറഞ്ഞാൽ, വേഗം പറയാം, ആത്മാവിൽ ജനിക്കപ്പെട്ട ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ എനിക്കൊരു യൂണിഫോമിന്റെ ആവശ്യമുണ്ട്.
ഇവിടുന്ന് റോക്കറ്റിൽ ചൊവ്വാഗ്രഹത്തിൽ പോകുന്നവർ നമ്മെ പോലെ ഷർട്ടും പാന്റും ഇൻഷർട്ട് ചെയ്തല്ല പോകുന്നത്. അവർക്ക് വേറൊരു ഡ്രസ്സുണ്ട്. ആ ഡ്രസ്സിനകത്താണ് അവർ പോകുന്നത്. കാരണം മറ്റൊരു ഗ്രഹത്തിൽ പോയി വസിക്കണമെങ്കിൽ, നിൽക്കണമെങ്കിൽ മറ്റൊരു വസ്ത്രം ആവശ്യമുണ്ട്. അവർ തിരികെ ഭൂമിയിലേക്ക് വരുമ്പോൾ ആ വസ്ത്രം അവർ അഴിച്ചു വയ്ക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പറയാമോ, ഞാൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ എനിക്ക് ഈ ഭൂമിയിൽ വസിക്കാൻ ദൈവം തന്നിരിക്കുന്ന വസ്ത്രമാണ് ഈ ശരീരം. ഈ ബോഡി എന്ന് പറയുന്നത് ഒരു യൂണിഫോം മാത്രമാണ്. ഇതിനകത്ത് വസിക്കുന്ന ഒരു ആത്മാവുണ്ട്. അതാണ് റിയൽ പേഴ്സൺ. അവൻ വന്നത് ആത്മാവായവനിൽ നിന്നാണ്. ദൈവത്തിന്റെ ജീവനാണത്. ഈ ഭൂമിയിൽ ഞാൻ എത്ര നാൾ വസിക്കണമെന്ന് ഈ ദൈവം ആഗ്രഹിക്കുന്നു. ആ കാലം കഴിയുമ്പോൾ ഈ യൂണിഫോം ഞാൻ ഇവിടെ അഴിച്ചു വയ്ക്കും. എന്നിട്ട് ആത്മാവ് വന്നവനിലേക്ക് ചേരും. ഈ ഫലം ഞാൻ പറയുമ്പോൾ ഇനി നിങ്ങൾ പറഞ്ഞേ, ഇത്ര ശക്തിയേ ഉള്ളൂ ഈ യൂണിഫോമിന്. പക്ഷെ ഈ യൂണിഫോമാണ് പലപ്പോഴും നമ്മുടെ ജീവിതം തകർക്കുന്നത്. ഈ ജഡമാണ് പലപ്പോഴും നമ്മെ ദൈവത്തിൽ നിന്ന് തകർത്ത് കളയുന്നത്. ഈ ശരീരമാണ് പലപ്പോഴും നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം തകർക്കുന്നത്. ഈ ശരീരമാണ് ദൈവിക ബന്ധത്തിൽ നമ്മളെ ഉടച്ചു കളയുന്നത്. ഈ ശരീരമാണ് ഐക്യതയെ തകർക്കുന്നത്. ഈ ശരീരമാണ് ദുർമോഹങ്ങൾ കൊണ്ടുവരുന്നത്. ഈ ശരീരമാണ് ലോകമോഹങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്നത്. എന്നാൽ ഈ രാത്രി നമ്മൾ സത്യം പറയുന്നു, ഞാൻ നിയന്ത്രിക്കപ്പെടുന്നത് യൂണിഫോമിനാലല്ല, അകത്തെ യാഥാർത്ഥ്യമായ വ്യക്തിത്വത്തിനാണ്. ആ വ്യക്തിത്വത്തിന്റെ പേര് ആത്മാവെന്നാണ്. ഇത് നിങ്ങൾ പ്രാർത്ഥനകളിൽ ഉരുവിടണം. ഇത് നിങ്ങൾ പറയണം. അപ്പോൾ ഈ ശരീരം ഉണ്ടല്ലോ നിങ്ങളുടെ മുമ്പിൽ ബലഹീനമായി പോകും. ഈ ശരീരം ഉണ്ടല്ലോ നിങ്ങളുടെ മുമ്പിൽ ബലഹീനമായി പോകും. ഞാൻ പറയുന്നത് റിയാലിറ്റിയാണ്, നമ്മൾ അനുഭവിക്കുന്ന റിയാലിറ്റിയാണ്. പലപ്പോഴും ഈ ചില ഇൻസിഡന്റുകൾ, ഈ ശരീരം കൊണ്ടുവരുന്ന ഇൻസിഡന്റ്, ചിന്ത കൊണ്ടുവരുന്ന ഇൻസിഡന്റ്, ജഡം കൊണ്ടുവരുന്ന പ്രവൃത്തികളാണ് പല വീടുകളുടെ ആത്മീക അന്തരീക്ഷം തകർത്ത് കളഞ്ഞത്. പലരുടെയും പ്രാർത്ഥന തകർത്ത് കളഞ്ഞത്. പലരുടെയും ബന്ധങ്ങൾ തകർത്ത് കളഞ്ഞത്. സഭയ്ക്കകത്ത് ഐക്യത തകർത്ത് കളയുന്നത് ആര് കൊണ്ടുവരുന്ന പദ്ധതിയാ? ആത്മാവ് കൊണ്ടുവരുന്ന പദ്ധതിയല്ല, ശരീരം കൊണ്ടുവരുന്ന പദ്ധതിയാ. അയാൾ എന്നെ കണ്ടില്ല, അയാൾ എന്നെ നോക്കിയില്ല, അയാൾ എന്നെ വിളിച്ചില്ല, അദ്ദേഹം മറ്റുള്ളവരെ കാണുന്നു. ഇതുപോലത്തെ ശരീരത്തിന്റെ തന്ത്രങ്ങളാലാണ് പലപ്പോഴും ഐക്യതകൾ തകരുന്നത്, വലിയ ബന്ധങ്ങൾ തകർന്നു പോകുന്നത്, ആത്മജീവിതം തകർന്നു പോകുന്നത്, കുടുംബ സമാധാനം തകരുന്നത്. എങ്കിൽ കണ്ടിന്യൂസ് ആയി ഈ പ്രയറിനകത്ത് ഒരു ന്യൂ ലൈഫ് നമുക്കുണ്ടായേ മതിയാകൂ. ഈ ഭൂമിയിൽ ദൈവം അയച്ചത് ശരീരത്തെയല്ല, ആത്മാവിനെയാണ്. ആത്മാവിനെ ഈ ഭൂമിയിൽ വാസം ചെയ്യുവാൻ, ജീവിക്കുവാൻ, ഭരിക്കുവാൻ ദൈവം ഉപയോഗിച്ച ഒരു യൂണിഫോം മാത്രമാണ് ഈ ശരീരം. ഈ സത്യത്തിലേക്ക് ഒരു വ്യക്തി കയറുമ്പോഴാണ് അവന്റെ വീണ്ടും ജനനം എന്ന് പറയുന്നത്. സത്യം തിരിച്ചറിഞ്ഞൊരു വ്യക്തി ജീവിക്കാൻ തുടങ്ങുന്ന ജീവിതമാണ് വീണ്ടും ജനനം. അല്ലാതെ ഹിന്ദുവായ ഞാൻ ക്രിസ്ത്യാനിയായതോ, ഹിന്ദുവായ ഞാൻ പെന്തക്കോസ്തുകാരനായതോ അല്ല വീണ്ടും ജനനം. ആത്മാവായവനിൽ ഞാൻ വന്നു എന്നും, ആത്മാവിലാണ് ഞാൻ ജീവിക്കുന്നതെന്നും, ആ ആത്മാവിലാണ് ഞാൻ പുനർജനിക്കേണ്ടതെന്നും, ആത്മാവാണ് എന്നിൽ വസിക്കുന്നതെന്നും, ആത്മാവാണ് എന്നിൽ നിയന്ത്രിക്കപ്പെടേണ്ടതെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിലുള്ള ജീവിതമാണ് വീണ്ടും ജനനം. ഈ ജീവിതമാണ് സൂപ്പർ നാച്ചുറൽ ലൈഫ് എന്ന് പറയുന്നത്. സൂപ്പർ നാച്ചുറൽ ലൈഫ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഉദ്ദേശിക്കരുത് 200 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് 2000 സ്ക്വയർ ഫീറ്റ് ആകുന്നത്. അതൊക്കെ ആകും. പക്ഷെ സൂപ്പർ നാച്ചുറൽ ലൈഫ് എന്ന് പറയുന്നത് ഇവിടത്തെ വമ്പന്മാരും കൊമ്പന്മാരും കോടീശ്വരന്മാരും അധികാരികളും ഭയപ്പെട്ട് നിൽക്കുന്ന വിഷയത്തിന്റെ നടുവിലൂടെ ജയിച്ചവനായിട്ടൊരു വ്യക്തി കടന്നു പോകുന്നെങ്കിൽ അവനെ നിയന്ത്രിക്കുന്നത് ആത്മാവായിരിക്കും. അങ്ങനെ സാഹചര്യങ്ങളെ അതിജീവിച്ച് ഇവിടെ മുൻപോട്ട് പോയത് ഇവിടത്തെ രാജാക്കന്മാരല്ല, ഇവിടത്തെ അഭിഷക്തന്മാരാണ്. ആത്മാവിലുള്ള ഒരു ജീവിതം. Have a new life in Christ. Receive it. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഭർത്താവ് ഭാര്യയോട് പറയണം, നമുക്കൊരു പുതിയ ജീവിതമുണ്ട്. അപ്പനും അമ്മയും മക്കളോട് പറയണം, നമുക്കൊരു പുതിയ ജീവിതമുണ്ട്. ആമേൻ. കുടുംബം ഒരുമിച്ച് പറയണം, നമുക്കൊരു ആത്മാവിലൊരു ജീവിതമുണ്ട്. തകർന്നു എന്ന് ലോകം പറയുന്നിടത്ത് നിന്നും കുതിച്ചുയരുന്നൊരു ജീവിതം. മുൻപിൽ മരണം മുൻപിൽ വായു പിളർന്ന് നിൽക്കുമ്പോഴും മരണ താഴ്വരയ്ക്കകത്ത് കർത്തൃദിവസത്തെ കാണുവാൻ പത്മോസിന്റെ താഴ്വരയ്ക്കകത്ത് ക്രിസ്തുവിന്റെ സിംഹാസനം കാണുന്ന ഒരു ജീവിതമുണ്ട്.
പറയട്ടെ, കർത്താവിൽ നിന്ന് വരുന്നതെല്ലാം പെർഫെക്റ്റ്. നമ്മളെല്ലാം ദൈവത്തിൽ നിന്ന് വന്നവരാ. ഇങ്ങനെ നമ്മുടെ അകത്തൊരു വെളിപ്പാടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയും, മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും, മറ്റുള്ളവരെ നമുക്ക് ആദരിക്കാൻ കഴിയും. അവരെ സ്നേഹിക്കാൻ കഴിയുന്നത് ഈ ഒരു കാഴ്ചപ്പാട് വരുമ്പോഴാണ്. എങ്ങനെ? ഞാൻ ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നു, അവനും ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നു, ഞങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് വന്നവരാ. ഇവിടെ നമുക്ക് യൂണിറ്റി ഉണ്ടാകും, മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയും, സ്നേഹിക്കാൻ കഴിയും. അപ്പൊ ദൈവത്തിൽ നിന്ന് വരുന്നതെല്ലാം പെർഫെക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നീ ഒരു പെർഫെക്റ്റ് ആണ്, നിങ്ങളുടെ വൈഫ് ഒരു പെർഫെക്റ്റ് ആണ്, നിങ്ങളുടെ കുടുംബം ഒരു പെർഫെക്റ്റ് ആണ്, ചർച്ച് ഒരു പെർഫെക്റ്റ് ആണ്. കാരണം ഇതൊക്കെ വന്നത് കർത്താവിൽ നിന്നാണ്. നമുക്ക് ദൈവം തന്നതെല്ലാം അവനിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. അപ്പോ ദൈവത്തിൽ നിന്ന് ഭൂമിയും ആമേൻ സൃഷ്ടിക്കപ്പെട്ടു. അടുത്ത വാക്യം പറയുന്നു, ആ ഭൂമി കൊളാപ്സ് ആയി എന്ന് പറയും. ഞാൻ ആ വാക്യത്തിന്റെ കുറച്ച് ആശയങ്ങളും ഞാൻ പഠിച്ച വിവിധ ബൈബിൾ ട്രാൻസ്ലേഷനുകളിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ പഠന റൂമിൽ നിന്നുമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. മലയാളം ബൈബിൾ പറയുന്നു പാഴും ശൂന്യമായി പോയി. എന്നാൽ അതിന്റെ മറ്റൊരു ഭാഷ പറയുന്നു ഫ്രെയിം നഷ്ടപ്പെട്ടു. വേറൊരു ഭാഷ പറയുന്നു കൊളാപ്സ് ആയി പോയി. വേറൊന്ന് പറയുന്നു ഭൂമിയുടെ സിസ്റ്റം കൊളാപ്സ് ആയി. ദൈവം സൃഷ്ടിച്ച സിസ്റ്റത്തെ കൊളാപ്സ് ആക്കി കളഞ്ഞു. ഇത് ഞാൻ പറയുമ്പോൾ ചിലർക്കുള്ള പ്രവചനമായത് മാറുന്നു. ലൈഫിന്റെ സിസ്റ്റം കൊളാപ്സ് ആയി പോയ, ലൈഫിന്റെ സിസ്റ്റം കൊളാപ്സ് ആയി പോയ ചില മേഖലകളെ ആത്മാവ് ഇന്ന് ഓർഡറാക്കി മാറ്റാൻ പോകും. ഞാനിത് പറയുമ്പോ ഈ വാക്കുകൾ അന്തരീക്ഷത്തിൽ ചലിക്കുന്നു. ലോകത്തിന്റെ സിസ്റ്റം കൊളാപ്സ് ആയി, രാജ്യങ്ങളുടെ സിസ്റ്റം കൊളാപ്സ് ആയി. ഈ കഴിഞ്ഞ 6 മാസങ്ങളായി ലോക രാജ്യങ്ങൾ മുഴുവൻ കൊളാപ്സ്ഡ് ആയി. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന് അതിനെ ഓർഡറാക്കാൻ കഴിയും. സഭ വിശ്വസിക്കുന്നുണ്ടോ? നമുക്കേ അത് പറയാൻ കഴിയത്തുള്ളൂ. സാമ്പത്തിക സ്ഥിതി തകർന്നാലും, ആത്മീയ വ്യവസ്ഥ തകർന്നാലും, സാമൂഹിക വ്യവസ്ഥ തകർന്നാലും, as a church, the body of Christ പറയുന്നു, 3-ാമത്തെ പ്രഭാതത്തിൽ കല്ലറയ്ക്കകത്തിരുന്ന യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് ഇന്ന് ഞങ്ങളിൽ വസിക്കുന്നെങ്കിൽ ഞങ്ങളിലൂടെ ഈ ആത്മാവ് ഭൂമിയെ ഓർഡർ ചെയ്യാൻ പോവുകയാണ്, വ്യക്തികളെ ഓർഡർ ചെയ്യാൻ പോവുകയാണ്. ഡിസോർഡർ ആയതിനെ ഓർഡർ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അത് ആവശ്യമുള്ളവർ റിസീവ് ചെയ്യുക. നീ ഒരു ഡിസോർഡർ പേഴ്സൺ ആണോ? നിന്റെ ലൈഫ് ഒരു ഡിസോർഡർ ആണോ? ഇപ്പോൾ പ്രൊക്ലെയിം ചെയ്യുക, ഡിസോർഡർ ആയി എന്നെ ഓർഡർ ആക്കാൻ ആത്മാവിന് കഴിയും. ഡിസോർഡർ ആയി എന്നെ ഓർഡർ ആക്കാൻ ആത്മാവ് എന്നോട് പറയുന്നു. ജോൺസൺ പാസ്റ്റർ, ഡിസോർഡർ ആയി പോയ ചില കുടുംബങ്ങൾ ഓർഡറായി മാറുന്നു. ഡിസോർഡർ ആയി പോയ ചില കുടുംബങ്ങൾ ഓർഡറായി മാറുന്നു. കർത്താവ് വലിയ ഓർഡറുകൾ കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഞാനിത് വിശ്വസിക്കുന്നു, വചനം ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിന് നിങ്ങളെ ഓർഡർ ചെയ്യാൻ കഴിയും. പാഴും ശൂന്യമായി പോയി, ഡിസോർഡറായി, കൊളാപ്സ് ആയി. അവിടെ കൊടുത്തിരിക്കുന്ന വേറൊരു വേടെന്ന് പറയുന്നത് കാവോസ് എന്നാണ്. കാവോസ് എന്ന് പറഞ്ഞാൽ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥ. ആമേൻ. അപ്പൊ ഭൂമിയുടെ അവസ്ഥ നിങ്ങൾ നോക്കിയ ഭൂമിയുടെ അവസ്ഥ ഡിസോർഡർ, കൊളാപ്സ്, ഫ്രെയിം. ഞാൻ അത് പറയുമ്പോ പറയാം, ഫ്രെയിം നഷ്ടപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഫാമിലി ലൈഫിന്റെ ഫ്രെയിം, ഫാമിലി ലൈഫിന്റെ ഫ്രെയിം നഷ്ടപ്പെട്ടവർ ഇതിനകത്തുണ്ട്. ഏതൊരു ചിത്രത്തിനും അതിന്റെ ബ്യൂട്ടി കൊടുക്കുന്നത് അതിന്റെ ഫ്രെയിമാണ്. ഏതൊരു ഫോട്ടോയ്ക്കും അതിന്റെ ബ്യൂട്ടി നൽകുന്ന അതിന്റെ ഫ്രെയിമാണ്. പക്ഷെ കർത്താവ് ഇപ്പോൾ എന്നോട് പറയുന്നു, ആ ഫ്രെയിം തകർന്നു കിടക്കുന്ന ചില കുടുംബങ്ങൾ, ആ ഫ്രെയിം താറുമാറായി കിടക്കുന്ന ചില വ്യക്തികൾ ഈ ഓൺലൈൻ മീറ്റിംഗിലുണ്ട്. വിശ്വസിക്കുക സഹോദരങ്ങളെ, നമ്മെ ഫ്രെയിം ഉള്ളവരാക്കാൻ ആത്മാവിന് കഴിയും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ എന്താ കണ്ടത്? കൊളാപ്സ് ആയ ഭൂമി, ഭൂമിയുടെ സെറ്റിൽമെന്റുകൾ പൊളിച്ചു, ഡിസോർഡർ ആക്കി, കാവോസ് ആക്കി. കാവോസ് മീൻസ് കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥ. ആ അവസ്ഥകൾക്കൊക്കെ ഇന്നൊരു മാറ്റം വരണം. പ്രവചിക്കുക, കൊളാപ്സ് ആണ്, കാവോസ് ആണ്. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, പക്ഷെ അടുത്ത വാക്ക് വെള്ളത്തിന്മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു.
ആ പദമാണ് നമ്മളിപ്പോൾ ഒന്ന് ചിന്തിക്കാൻ. അവിടെ കൊടുത്തിരിക്കുന്നത് പരിശുദ്ധവും പരിവർത്തിച്ചു. പരിവർത്തിച്ചു എന്ന ആ പദത്തിന് കൊടുത്തിരിക്കുന്നത് ബ്രൂഡഡ് എന്നാണ്. ബ്രൂഡഡ് എന്നാണ്. ബ്രൂഡഡ് ബ്രൂഡഡ് എന്ന പദത്തിന്റെ അർത്ഥം അടയിരിക്കുക, നിഴലിടുക, മറയ്ക്കുക എന്നാണ്. ഞാൻ ആ വാക്യം പഠിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു. ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ കാഴ്ച ഞാൻ കണ്ടത് തകർക്കപ്പെട്ട ഭൂമി. എന്നാൽ അടുത്ത കാഴ്ച ഞാൻ കണ്ടത് മറയ്ക്കപ്പെട്ട ഭൂമി. പരിശുദ്ധാത്മാവ് ഭൂമിയെ മറച്ചു. അതിന്റെ ഒരു ബൈബിൾ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഹോളി സ്പിരിറ്റ് ബ്രൂഡഡ് ലൈക്ക് എ ബേർഡ്. ഒരു പക്ഷി, The Spirit of God was moving, hovering. The Spirit of God was moving and Hovering, brooding over the face of the water. Over the face of the water, over the face of the earth. The Holy Spirit, like a bird, hovering, brooding on the face of the earth. ഇന്ന് രാത്രി ദൈവമേ വെളിപ്പാട് പറയാം. ഭൂമി കൊളാപ്സ് ആയെങ്കിൽ, ഫ്ലെയിംലെസ് ആയെങ്കിൽ, കാവോസ് ആയെങ്കിൽ, തകർന്ന ഭൂമിയെ ചിറക് വിരിച്ചു മറയ്ക്കാൻ പരിശുദ്ധാത്മാവ് വന്നു. നീ തകർന്നവനാണ്, നീ വേദനിക്കപ്പെട്ടവനാണ്, നീ ഭാരപ്പെട്ടവനാണ്, ഒരുപാട് പേരുടെ അപവാദങ്ങളാൽ ജീവിക്കുന്നവളാണ്. നിന്നയും വാക്കുകളും മാത്രമാണ് നീ കേൾക്കുന്നത്. സ്നേഹിച്ചവർ പോലും നിന്നോട് പറയുന്നത് നെഗറ്റീവ് വാക്കുകളാണ്. ആരോട് ഞാനിത് പറയും? വാക്കുകളാൽ തകർന്നുപോയി ഒരുപാട് മുറിവേറ്റിരിക്കുന്ന അമ്മേ, മാനസികമായി മുറിവേറ്റിരിക്കുന്ന അമ്മേ, നിങ്ങളെ മറയ്ക്കാൻ ഒരാൾ ഉണ്ടമ്മ ഈ ഭൂമിയിൽ. നിങ്ങളെ മറയ്ക്കാൻ ഒരാൾ ഉണ്ടമ്മ ഈ ഭൂമിയിൽ. അദ്ദേഹത്തിന്റെ പേര് പരിശുദ്ധാത്മാവെന്നാണ്. തകർക്കപ്പെട്ടവനെ മറയ്ക്കാൻ, നിന്ദിക്കപ്പെട്ടവനെ മറയ്ക്കാൻ, എല്ലാവരുടെയും അപഹാസങ്ങൾ ഏറ്റവരെ മറയ്ക്കാൻ പരിശുദ്ധാത്മാവ്. എനിക്കാരുമില്ല, എന്റെ വാക്ക് കേൾക്കാൻ എനിക്കാരുമില്ല. എല്ലാവരും എന്റെ തകർച്ച മാത്രം പറയുന്നു, എല്ലാവരും എന്റെ മുറിവുകൾ മാത്രം പറയുന്നു, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു. പക്ഷെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതം, തകർക്കപ്പെട്ട ഭൂമിയെ അവൻ ചിറക് വിരിച്ചു മറച്ചു പിടിക്കാൻ അവൻ വന്നെങ്കിൽ അതേ പരിശുദ്ധാത്മാവ്, the same person is here. അതേ ആത്മാവ് നമ്മെ മറയ്ക്കാൻ, Holy Spirit, brooding His way. Holy Spirit, Holy Spirit, brooding. നാം അനുവദിക്കേ നമ്മുടെ മുറിവുകളിലേക്ക് അവൻ വരട്ടെ, നമ്മുടെ നിന്ദകളിലേക്ക് അവൻ വരട്ടെ, നമ്മുടെ കഴിവില്ലായ്മയെ അവൻ വരട്ടെ. നമ്മൾ ഈ പലരും ഇത് സമ്മതിക്കത്തില്ല. നമ്മുടെ ചിന്ത നമ്മൾ തോറ്റുപോകും, നമ്മൾ കുറഞ്ഞു പോകും. എന്റെ സഹോദര, നിന്റെ അകത്ത് കഴിവില്ലായ്മയുണ്ട്. നമ്മൾ പലരും അത് മറച്ചു വിടുകയാണ്, അല്ലെങ്കിൽ നമ്മൾ മൂടിയിടുകയാണ്. പലയിടത്തും നമ്മെ തോൽപ്പിച്ച് കളയുന്ന വിഷയം നമ്മുടെ ലൈഫിലുണ്ട്. എത്രയോ നാളുകൾ നമ്മൾ ആ വിഷയത്താൽ തോറ്റുപോയി. നാം നമ്മിലൂടെ ആത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാതെ നാം പോലും ചിന്തിക്കാത്ത വിഷയങ്ങൾ നമ്മുടെ കുടുംബത്തെ തകർത്തു കളഞ്ഞില്ലേ? ഇതൊക്കെ എവിടെ നിന്ന് വന്നു? നമ്മിൽ നിന്ന് വന്നു. സമാധാനം നഷ്ടപ്പെടുത്തിയ വാക്ക് എവിടെ നിന്ന് വന്നു? ഭവനത്തിന്റെ ഐക്യത നശിപ്പിച്ച ആ വാക്ക് എവിടെ നിന്നാ വന്നേ? നമ്മിൽ നിന്നാ വന്നേ. നമ്മൾ പറയും പിശാച് കൊണ്ടുവന്നു, അപ്പുറത്തെ വീട്ടുകാരൻ കൊണ്ടുവന്നു, അവിടെ നിന്ന് കെട്ടുവന്നു, ഇവിടെ നിന്ന് കെട്ടുവന്നു, അപ്പുറത്തുനിന്ന് ബന്ധനം വന്നു. ഇതൊക്കെ എസ്കേപ്പിസമാണ്. ആത്മലോകം കാലങ്ങളായി എസ്കേപ്പിസത്തിലാണ്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ അടക്കം ഇത് കേൾക്കണം. വചനം നിന്നോട് പറയുന്നു, ആത്മാവ് നിന്നോട് പറയുന്നു, നീ തോറ്റുപോകുന്ന വിഷയത്തെ നീ മറക്കരുത്. ആത്മാവിനെ കൊടുക്ക്, അവനത് മറക്കട്ടെ.
എല്ലാ മൂടുപടങ്ങളും അഴിച്ചു മാറ്റ്. തോറ്റു ജീവിക്കേണ്ട ജീവിതം അല്ല ഇത്. ഇന്നലകളിൽ തോറ്റുപോയ വിഷയത്തിൽ എന്നേക്കുമായി ജയിക്കേണ്ട ജീവിതമാണിത്. എന്നും തോറ്റ് ജീവിക്കേണ്ടതല്ല ഇത്, ജയിക്കേണ്ട ജീവിതമാണിത്. മറഞ്ഞ് ജീവിക്കല്ലേ, ആരും അറിയാതെ നീ മറച്ചു പിടിക്കല്ലേ. ആത്മാവ് ഇത് അറിയട്ടെ, അറിയട്ടെ ആത്മാവ്. എന്തിനാ നാണം കെടുന്നത്? നമ്മളിപ്പോഴും നമ്മുടെ ഈ ജഡം, ഞാൻ തോറ്റു അതാരേലും അറിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ന്നാൽ വെട്ടിക്കളാതെ ബ്രേക്ക്. ആ ഐ എന്ന ഭാവമാണ് ആത്മാവിനെ നിന്റെ കുടുംബത്തിൽ പ്രവർത്തിക്കാൻ തടസ്സമായി നിൽക്കുന്നത്. എന്തുകൊണ്ട് ക്ഷമിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് സ്നേഹിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് താഴ്ന്നു കൊടുക്കാൻ കഴിയുന്നില്ല? ആത്മാവായവൻ നമ്മിൽ പരിവർത്തിക്കാത്തതുകൊണ്ട്, ശരീരം നമ്മിൽ ലീഡ് ചെയ്യുന്നതുകൊണ്ട്. ഇന്ന് ആത്മാവ് പറയുന്നു, നിന്റെ കുറവുകൾ ആത്മാവിനോട് പറയുന്നത് നീ പരാജയപ്പെട്ടു പോകല്ല, നീ ജയിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിന് തയ്യാറാണ്. എവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത്? എവിടെയാണ് നമ്മെ ലോകം തോൽപ്പിച്ചു കളയുന്നത്? ഏത് മേഖലയിലാണ് ഇന്നും അവന് സാധ്യതയുള്ളത്? തകർക്കപ്പെട്ട ഭൂമിയെ ഒരു പക്ഷിയെപ്പോലെ പരിശുദ്ധാത്മാവ് മറച്ചു. ഇപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഏതെന്നറിയോ? ആത്മാവിനാൽ മറയ്ക്കപ്പെട്ട ഭൂമി. ഒന്നാമത്തെ പുസ്തകം 1-ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന വെളിപ്പാട്, തകർന്ന ഭൂമി, മറയ്ക്കപ്പെട്ട ഭൂമി. 3-ാമത്തെ വാക്യം പറയുന്നു, പിതാവ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, അവിടെ വെളിച്ചമുണ്ട്. എവിടെ വെളിച്ചമുണ്ട്? മലയാള ബൈബിളിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്നാണ്, പക്ഷെ അതിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ വെളിച്ചം ഉണ്ടാകട്ടെ എന്നല്ല, വെളിച്ചമുണ്ട് എന്നാണ്. വെളിച്ചമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചം വെളിപ്പെട്ടു. ഞാൻ ചോദിക്കുന്നു, എവിടെ വെളിച്ചമുണ്ട്? എവിടെ വെളിച്ചമുണ്ട്? ദൈവം എഴുന്നേറ്റിട്ട് പറഞ്ഞു വെളിച്ചമുണ്ട്. എവിടെയുണ്ട്? ആത്മാവിനാൽ മറയപ്പെട്ട കൊളാപ്സ് എന്ന് പറഞ്ഞ ആ ഭൂമിക്കകത്ത് സകല സിസ്റ്റത്തെയും ഓർഡർ ചെയ്യിക്കാനുള്ള സകലതും ഉണ്ട്, ആത്മാവിന്റെ അകത്തുണ്ട്. വെളിപ്പാടുകൾ വിളിച്ചു പറ, ആത്മാവിന്റെ ചിറകിൻ കീഴിലുണ്ട്. ശാപമായതിനെ തിരിച്ചു കൊണ്ടുവരാൻ, പാഴായതിനെ പർദീസയാക്കാൻ, ശൂന്യമായതിനെ നിറവാക്കാൻ ആത്മാവിന്റെ അകത്ത് സൃഷ്ടിപ്പുണ്ട്. ആത്മാവിനാൽ പറയപ്പെടുക. അക്ഷരികമായി ഇത് കണ്ടു വേണം റിസീവ് ചെയ്യാൻ. അക്ഷരികമായി ആയ ഭൂമി, ആ വിഷയത്തെ ആത്മാവ് ചേർത്ത് പിടിച്ചു. നിന്നെ ആത്മാവ് ചേർത്ത് പിടിച്ചു. ആത്മാവ് അതിനെ മറച്ചപ്പോ
അതിനകത്ത് പുതിയത് ജനിച്ചു. പുതിയ സ്വഭാവം ജനിക്കണമെങ്കിൽ അരവിന്ദ് മോഹൻ എന്ന വ്യക്തിയിൽ നിന്ന് പുതിയ സ്വഭാവം ജനിക്കത്തില്ല. കാരണം അരവിന്ദ് മോഹൻ എന്നത് ജഡമാണ്, അതിൽ നിന്നും പുതിയ സ്വഭാവം ജനിക്കത്തില്ല. പക്ഷെ അരവിന്ദ് മോഹൻ അകത്ത് വസിക്കുന്ന ആത്മാവിനെ അനുവദിക്കുമ്പോഴാണ് പുതിയ സ്വഭാവം ജനിക്കുന്നത്. അപ്പോ ആത്മാവ് മറച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊക്കെ കോഴി ഉണ്ടെങ്കിൽ ഈ കോഴി മുട്ട നമ്മൾ അടവയ്ക്കും, അടയിരിക്കും. മുട്ടയുടെ മേൽ ഈ കോഴി അടയിരിക്കും, ചിറകുകൾ വിരിച്ചു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനകത്തുനിന്ന് പുതിയ ജീവനുകളുടെ ശബ്ദം ഉണ്ടാവും. ഒരു ദിവസം രാവിലെ നമ്മൾ കേൾക്കും ചെറിയ കോഴിക്കുഞ്ഞുങ്ങളുടെ ശബ്ദം. എന്താ അതിന്റെ അർത്ഥം? ഇത്രയും ദിവസം ആ കോഴി ആ മുട്ടയെ അടയിരുന്നപ്പോൾ അതിനകത്തുനിന്ന് പുതിയ ജീവന്റെ തുടിപ്പുണ്ടായെങ്കിൽ, ഇവിടെ ബൈബിൾ പറയുന്നു, പരിശുദ്ധാത്മാവ് ഒരു പക്ഷി തന്റെ മുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കുന്നത് പോലെ തകർന്നുപോയ, കൊളാപ്സ് ആയി പോയ, ഖേവോസ് ആയി പോയ ഭൂമിയുടെ മേൽ അതേ പരിശുദ്ധാത്മാവ് ചിറക് വിരിച്ചു മറഞ്ഞപ്പോൾ പുതിയ ജീവന്റെ തുടിപ്പുണ്ടായി. ദൈവം എഴുന്നേറ്റ് പറഞ്ഞു, അവിടെ വെളിച്ചമുണ്ട്, അവിടെ വിധാനമുണ്ട്, അവിടെ നക്ഷത്രങ്ങളുണ്ട്. ആത്മാവ് അതിനെ വെളിപ്പെടുത്തി. ആത്മാവിന്റെ ചിറകിൻ കീഴിൽ നിന്ന് അത് വെളിപ്പെട്ടു. ഖേവോസ് ആയ ഭൂമിയെ ആത്മാവ് ബ്രൂഡഡ് ആയപ്പോൾ, ഖേവോസ് എന്ന കുഴഞ്ഞു മറിഞ്ഞ ഭൂമിയെ ഓർഡറായ, പ്യൂരിറ്റിയായ, ബ്യൂട്ടിയായ കോസ്മോസ് ആക്കി മാറ്റി. ഇതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ അത്ഭുതം. ഖേവോസ് ആയ ഭൂമിയെ കോസ്മോസ് ആക്കി മാറ്റി. ആര് മാറ്റി? പരിശുദ്ധാത്മാവ്. അതേ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കും. തകർന്നുപോയ ശിഷ്യന്മാർ, ഭയപ്പെട്ടുപോയ ശിഷ്യന്മാർ, ഒറ്റിക്കൊടു തള്ളിപ്പറഞ്ഞ, ക്രിസ്തുവിൽ അകന്നുപോയ, ഇനി ശുശ്രൂഷ ഇല്ലെന്ന് പറഞ്ഞ് ഓളിച്ചോടിപ്പോയ, തകർന്നുപോയ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ എന്താ പറയുക, ഇനി ഒരിക്കലും ശുശ്രൂഷ ചെയ്യാൻ യോഗ്യതയില്ലാത്ത, പടകും വള്ളവും വലയും ഒക്കെ എടുത്തുപോയ അവരുടെ അടുക്കലേക്കാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ചെന്നത്. അടുത്ത വാക്യം പറയുന്നു, അവൻ അവരെ ചേർത്ത് പിടിച്ചു. യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, അവൻ അവരുടെ മേൽ ഊതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശു ഓരോരുത്തരെ വന്ന് ഊതി എന്നല്ല. അവിടെ കൊടുത്തിരിക്കുന്ന പദം അവൻ അവരുടെ മേൽ ശ്വസിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ശ്വാസം അവർ അനുഭവിച്ചു. ശ്വാസം എന്ന് പറയുന്നത് ആത്മാവാണ്. ഹോളി റൂഹ, ദ റൂഹ, ഐ മീൻ ബ്രീത്ത് ഓഫ് ഗാഡ്. ആ റൂഹ അവർ അനുഭവിച്ചു. എന്നിട്ട് യേശു പറഞ്ഞൊരു പദമുണ്ട്, നിങ്ങൾ ഈ ദേശം വിട്ടു പോകരുത്, അവൻ വരും. എന്തിന്? തകർന്ന നിങ്ങളെ മറയ്ക്കാൻ, മുറിവേറ്റ നിങ്ങളെ മറയ്ക്കാൻ അവൻ വരും. ആരും നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിലും, ആരും നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിലും, നിങ്ങൾ മുറിവേറ്റവരാണ്, നിങ്ങൾ ഭയപ്പെട്ടവരാണ്, നിങ്ങൾ തകർന്നു പോയവരാണ്. പക്ഷെ ഞാൻ നിങ്ങളെ ഒരിക്കലും തിരസ്കരിക്കില്ല. അവൻ നിങ്ങൾ കാത്തിരിക്കുക, പരിശുദ്ധാത്മാവ് വരും. അവൻ വന്നാൽ ഓരോരുത്തന്റെ മേൽ അവൻ പതിയും. അവിടെ കൊടുത്തിരിക്കുന്ന പദം അവൻ ഹോളി സ്പിരിറ്റ് ബ്രൂഡർ, ഓരോരുത്തന്റെ മേൽ അവൻ പതിഞ്ഞു, അവൻ മറഞ്ഞു, അവൻ മറച്ചു. എന്താണ് ലോകം കണ്ടത്? അത്ഭുതമായവർ ജനിച്ചു. എവിടെ നിന്ന് ജനിച്ചു? അപ്പോസ്തലരുടെ 2-ാം അധ്യായത്തിൽ ഭയമില്ലാത്തവർ, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവർ ജനിച്ചു. എവിടെ നിന്ന് ജനിച്ചു? പത്രോസേ, നിനക്ക് എവിടെന്നാ ഈ ധൈര്യം കിട്ടിയേ? നീ പഠിച്ച പാരമ്പര്യത്തിൽ നിന്നാണോ? അല്ല. പിന്നെ ഇന്ന് കാണുന്ന ഈ പത്രോസ് വന്നത് ആത്മാവിൽ നിന്നാണ്. ഈ പത്രോസ് ജനിച്ചത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഈ പൗലോസ് ജനിച്ചത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവമേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കും. സകല മൂടുപടങ്ങളും അഴിച്ചു വെച്ചു, എല്ലാ വിഷയങ്ങളും മാറ്റിവെച്ചു,
നീ എന്താണ്? അതാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ അഭിനയിക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്തത് ലോകത്തിലെ സകലരും പറയട്ടെ, നീ പറയരുത്. ആത്മാവിന്റെ പ്രവർത്തികളെ ലോകത്തിലുള്ള സകലരും പറയട്ടെ, നീ പറയരുത്. കാരണം ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ആത്മാവിനെ അഭിനയിക്കരുത്. ആത്മാവ് എല്ലാം ക്ഷമിക്കും, പക്ഷെ അഭിനയം ക്ഷമിക്കത്തില്ല. ഇന്ന് നിങ്ങളൊരു വലിയ ഉണർവാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ദൈവരാജ്യമായി മാറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ രാത്രി പ്രാർത്ഥിക്കുക. എന്റെ മുറിവുകളോടെ, എന്റെ കുറവുകളോടെ, എന്റെ തെറ്റുകളോടെ ഞാനായിട്ട് തന്നെ ആത്മാവേ അങ്ങയുടെ ചിറകിൻ കീഴിലേക്ക് വരികയാണ്. ഞാൻ വലിയവനല്ല, ഞാൻ എന്ന ഭാവം മരിക്കട്ടെ. എന്തെങ്കിലും ഞാൻ നേടിയെങ്കിൽ അത് ആത്മാവ് എനിക്ക് തന്നതാണ്. ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമസ്ഥനാണെങ്കിൽ അത് ആത്മാവ് എനിക്ക് തന്നതാണ്. ഞാൻ നിന്റെ ചിറകിൻ കീഴിൽ മറയപ്പെടാൻ. എനിക്കൊന്നറിയാം, തകർന്ന ഭൂമിയിൽ നിന്ന് ആത്മാവ് ആ ഭൂമിയുടെ മേൽ ചിറക് വിരിച്ചപ്പോൾ അതിനകത്തുനിന്ന് ഒരു പുതിയത് പുറത്തു വന്നെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഒരു പുതിയത് പുറത്തു വരാൻ പോകുന്നു. ഈ രാത്രി എല്ലാ കണ്ണുകളും അടച്ച് ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിന്റെ ഒരു സ്വഭാവമാണ് പറഞ്ഞത്. വിശ്വസിക്ക്. അക്ഷരീകമായി ഇതൊന്ന് കാണ്. അവിടെ കൊടുത്തിരിക്കുന്ന പദം പറയുന്നത്, ഒരു കഴുകൻ തന്റെ ചിറകനക്കി തന്റെ കുഞ്ഞിനെ വഹിച്ചു പുറത്തെടുക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഭൂമിയെ തന്റെ ചിറകിൻ മീതെ കൊണ്ടുവന്ന് വെളിപ്പെടുത്തി എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്ന അനേകം ആശയങ്ങൾ. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ആത്മാവിനാൽ മറയപ്പെടുക, ആത്മാവിനാൽ പരിവർത്തിക്കപ്പെടുക, ദൈവാത്മാവിനെ പരിവർത്തിക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിക്കുക. പുതിയത് ജനിക്കപ്പെടട്ടെ. ഇന്ത്യ കാണട്ടെ പുതിയത്. ഇന്ത്യ കാണട്ടെ ആത്മാവിനെ. ഇന്ത്യ കാണട്ടെ ആത്മാവിന്റെ സഭയെ. ഇന്ത്യ കാണട്ടെ ആത്മീയന്മാരെ. ഇന്ത്യ കാണട്ടെ പരിശുദ്ധാത്മാവിനെ. അപ്പോസ്തലന്മാർ ആത്മാവിനെ അനുവദിച്ചപ്പോൾ അവരുടെ കണ്ണുകളായി പരിശുദ്ധാത്മാവ് മാറി, അവരുടെ കൈകളായി പരിശുദ്ധാത്മാവ് മാറി, അവരുടെ അധരമായി പരിശുദ്ധാത്മാവ് മാറി, അവർ അത്ഭുതങ്ങളായി മാറി. ലോകം കണ്ടു. അസാധാരണക്കാരെ എവിടെ നിന്ന് ജനിച്ചു? ആത്മാവിൽ നിന്ന് ജനിച്ചു. എല്ലാ കണ്ണുകളും ഉണരും. ഏത് ഭാരമാണോ നിങ്ങൾക്ക്, ഏത് വിഷയത്തിലാണോ നിങ്ങൾ അഡിക്റ്റഡായി, ജഡത്തിന്റെ ഏതെങ്കിലും സ്വഭാവം നിങ്ങളെ വാഴുന്നോ, തിരിച്ചു വാ. നമ്മൾ കയറി വന്നത് പെന്തക്കോസ്ത് ജീവിതം. പെന്തക്കോസ്ത് ജീവിതത്തിന്റെ പ്രത്യേകത അത് ആത്മാവിന്റെ ജീവിതമാണ്. നമുക്ക് ജീവിക്കണം, ആത്മാവിൽ ജീവിക്കണം. അത്ഭുതങ്ങളായി ഏത് പ്രതിസന്ധിയിലും അത്ഭുതങ്ങളായി ജീവിക്കണം. മരണത്തെ മുഖാമുഖം വരുമ്പോഴും അത്ഭുതമായി ജീവിക്കണം. അങ്ങനെ ജീവിക്കണമെങ്കിൽ ആത്മാവിന്റെ ജീവിതമായിരിക്കണം. Surrender yourself in the friend of Holy Spirit. He is in you. ആത്മാവ് നിന്റെ ആവശ്യങ്ങൾ അറിയുന്നു, നമ്മുടെ വേദനകൾ അക്ഷരീകമായി നിങ്ങൾ കാണും. ഒരു പക്ഷി ചിറക് വിരിച്ചു വരുന്നത് പോലെ നിങ്ങളുടെ മേൽ ആത്മാവ് മറയ്ക്കുന്നു. ഒരു വസ്ത്രം എന്ന് നിങ്ങളെ മറയ്ക്കുന്നു. നിങ്ങൾക്ക് അക്ഷരീകമായി കാണാൻ കണ്ണുകൾ അടയ്ക്കും. യേശുവേ, ഞങ്ങളെ മുഴുവനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. എന്തൊക്കെ കുറവുണ്ടോ, എന്തൊക്കെ പരാജയങ്ങളുണ്ടോ, എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, എവിടെ ഞങ്ങൾ തകർന്നു പോയോ, ഇവിടെ ഞങ്ങൾ മുഴുവൻ എല്ലാം പുതിയത് ജനിക്കപ്പെടണം, പുതിയത് സൃഷ്ടിക്കപ്പെടണം. പരിശുദ്ധാത്മാവേ, എന്റെ മക്കളെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ ചെറുകിൽ ഒരു പുതിയ ജീവിതത്തിന്റെ ഉടമസ്ഥനായി, ആത്മാവിന്റെ പ്രവൃത്തിയുടെ ജീവിതത്തിന്റെ ഉടമസ്ഥനായി ഈ സഭയെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. ആത്മാവ് കൊണ്ട് നടക്കുന്ന സഭ, ആത്മാവ് കൊണ്ട് നടക്കുന്ന സഭ, ആത്മാവുള്ള കയ്യിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ചർച്ച്, ആത്മാവ് ഇന്ത്യൻ മണ്ണിൽ തുറന്നു കാണിക്കാൻ പോകുന്ന ചർച്ച്. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഒരു കണ്ണും
കേട്ടിട്ടില്ല, കാതുകളോ നാദു കേട്ടതില്ല, ഓരോ ഭവനങ്ങളിലേക്കും ഈ ആത്മാവിനെ, ഓരോ വ്യക്തികളിലേക്കും ഈ ആത്മാവിനെ വ്യാപരിക്കാൻ യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ സറണ്ടർ ചെയ്യും, ഞങ്ങൾ സറണ്ടർ ചെയ്യും. സകലരെയും ഞങ്ങൾ സമർപ്പിക്കും. ആത്മാവ് ആരംഭിക്കണം, ആത്മാവ് പ്രവർത്തിക്കണം, ആത്മാവ് തുടങ്ങണം. ഒരുമിച്ച് കൽപ്പിക്കുന്നു ഒരു പുതിയ ജീവിതം, അത്ഭുതകരമായ ജീവിതം, പ്യൂരിറ്റി, ഓർഡർ, ബ്യൂട്ടി ആത്മാവിൽ ജനിക്കപ്പെടും, സംഭവിച്ചിരിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. താങ്ക് യു ഓൾ. താങ്ക് യു ജോൺസൺ പാസ്റ്റർ. താങ്ക് യു വെരി മച്ച്. ബ്ലെസ് യു ഓൾ ഇൻ ജീസസ് നെയിം. See you again. Amen. തുടർമാനമായി നടക്കുന്ന ഈ മീറ്റിംഗിന് 140 ദിവസം നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും നമ്മുടെ മധ്യ കടന്നു വന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഇത്ര അധികാരത്തോടെ അഭിഷേകത്തോടെ ഇന്ന് രാത്രി ഹല്ലേലൂയ ശുശ്രൂഷിത പാസ്റ്റർ അരവിന്ദ് മോഹനുള്ള നന്ദിയെ വ്യക്തിപരമായ പേരിലും സഭയുടെ പേരിൽ അറിയിക്കുന്നു. ഹല്ലേലൂയ തന്നെയും തന്റെ ശുശ്രൂഷ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാവായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമക്കളെ, കേൾക്കപ്പെട്ട ദൈവവചനത്തിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് എത്ര വ്യക്തമായി നമ്മോട് ഇടപെട്ടു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾപ്പാൻ കഴിഞ്ഞു. സ്തോത്രം. പരിശുദ്ധാത്മാവിനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന, സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി ജീവിതത്തെ ദൈവം എങ്ങനെ ഉപയോഗിക്കുമെന്നും, എത്ര തകർന്ന അനുഭവമായാലും ഹല്ലേലൂയ അതേ പാഴും ശൂന്യമായിരുന്ന ഒരു അവസ്ഥയിൽ മേൽ പരിശുദ്ധാത്മാവ് ഒരു പക്ഷി ഹല്ലേലൂയ ചുറ്റി പറന്ന് പരിപാലിക്കുന്നവനെ പരിപാലിക്കുന്നു എന്നും മാത്രമല്ല, അതിൽ നിന്ന് ഹല്ലേലൂയ ഒരു പുതിയ ചിറക് വെച്ച് ഒരു പുതിയ അനുഭവത്തോടെ പുതിയ ഒരു ലോകത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിഞ്ഞല്ലോ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മ എത്ര വ്യക്തമായിട്ടാണ് ഓരോ വ്യക്തിയുടെ മേൽ കേൾപ്പാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. ദൈവാത്മാവിന് മുമ്പിൽ വിധേയപ്പെട്ടു കൊടുക്കുന്ന ഏത് തകർന്ന വിഷയമായാലും ഒരിക്കലും സാധ്യതയില്ല എന്ന് ലോകം മുഴുവനും പറഞ്ഞാലും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് സകലം കഴിയും. അത് നേരെയാക്കുവാൻ, നന്നാക്കുവാൻ, പണിതെടുക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. അതേ ലോകം മുഴുവനുമായി കോവിഡ് എന്ന മഹാമാരിയുടെ നടുവിൽ ഭയത്തോടും ഭീതിയോടും മരണത്തെ മുഖമായി കണ്ടു നിൽക്കുമ്പോഴും അതിന് നടുവിലും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജനത്തെ ദൈവം കാക്കുന്നു എന്നും അതേ ഹല്ലേലൂയ അതേ അത്ഭുതകരമായ ദൈവം കൊണ്ടുപോകുന്നു കേൾപ്പാൻ കഴിഞ്ഞല്ലോ. ദൈവത്തിന്റെ മഹാകരുണ എത്ര വലുതാണ്. ഹല്ലേലൂയ. അതേ ഒന്നുകൂടെ പരിശുദ്ധാത്മാവിനെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ തിരുഹിത പ്രകാരം ഞങ്ങളെ നയിക്കണമേ. തിരുഹിതത്തിനായി ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. തിരുഹിത പ്രകാരം ഞങ്ങളെ ഹല്ലേലൂയ മുന്നോട്ട് അനുവദിക്കുമാറാകണമേ എന്ന് ഇന്ന് രാത്രിക്കാലം ഒരു സമർപ്പണത്തോടെ വേണം ഈ മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങി പോകുവാൻ. ഹല്ലേലൂയ. അതേ വ്യക്തി ജീവിതത്തിൽ, സഭാജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, തലമുറ ജീവിതത്തിൽ ഹല്ലേലൂയ ഏത് ഹല്ലേലൂയ സാധ്യതകളിൽ ഇറങ്ങി വരുവാൻ കഴിവുള്ള ദൈവത്വമാണ് രാത്രികാലമായിരിക്കുന്നത്. നമ്മെ ഇതിലേക്ക് ഏൽപ്പിക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാൻ, നമ്മൾ സമർപ്പിക്കാം. തൊണ്ണുമാനമുള്ള നമ്മുടെ മീറ്റിംഗ് അനുഗ്രഹത്തിലും മാറാകട്ടെ. വരും ദിവസത്തിലെ മീറ്റിംഗുകൾ ഹല്ലേലൂയ ദൈവത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. രാത്രികാലം വചന സംസാര ദൈവസ്ഥനായി പ്രാർത്ഥിക്കാം. വചനം കേട്ട എല്ലാ ദൈവങ്ങൾക്കുമായി പ്രാർത്ഥിക്കാം. വിവിധ രാജ്യങ്ങളിൽ നിന്ന് കേട്ട പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ അതെല്ലാ ദേശങ്ങളിലും പേര് അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പ്രിയ കുഞ്ഞുമാർ പാസ്റ്ററുമായി ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ 139 ദിവസവും കർത്താവിന്റെ കൃപ അനുഭവിപ്പാൻ നിന്റെ ജനമാവുന്ന ഞങ്ങളെ സഹായിച്ചതിനാൽ നന്ദി. പരിശുദ്ധനെ, ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് അവിടെ ഇടപെട്ടു. ഒരു പുതിയ അനുഭവം, ഒരു പുതിയ പ്രതിഷ്ഠ, ഒരു തീരുമാനം ഞങ്ങൾ പ്രാപിച്ചവരായി ഇന്ന് ഞങ്ങൾ നിന്റെ തിരുസന്നിധിയിൽ സന്തോഷിപ്പാൻ ഇടയാക്കി തീർക്കുന്നതിനാൽ നന്ദി. കർത്താവെ, ഇന്ന് രാത്രി വചനം സംസാരിച്ച ഞങ്ങളുടെ ദാസൻ അരവിന്ദ് മോഹൻ പാസ്റ്റർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവമേ, നിന്റെ മകന്റെ സാക്ഷ്യവും ഞങ്ങൾ കേൾക്കുവാൻ ഇടയായി. നിന്റെ ദാസന്റെ വേദി ചൊരിഞ്ഞന്റെ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കും. ഇന്ന് രാത്രി കർത്താവെ, പരിശുദ്ധാത്മാവിനാൽ ദൈവമേ റൂഢിയപ്പെട്ടവരായി തകർന്നിരുന്ന ഞങ്ങളെ കർത്താവേ ഹല്ലേലൂയ അവിടുന്ന് കർത്താവ് മെനഞ്ഞെടുത്ത് കർത്താവേ അങ്ങയുടെ മക്കളാക്കി തീർത്ത അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രികാലം നീ ഞങ്ങളോട് മനസ്സലിഞ്ഞല്ലോപ്പാ, ഞങ്ങളോട് മനസ്സലിഞ്ഞല്ലോപ്പാ, ഞങ്ങളോട് ഇവിടുന്ന് സംസാരിച്ചല്ലോപ്പാ. വചനം കേട്ട എല്ലാവരുടെ പേരും ഒരു പുതിയ പ്രതിഷ്ഠ തീരുമാനമായി ഇന്ന് രാത്രികാലം ഞങ്ങൾ കൂടുതൽ ബലപ്പെട്ട് കൂടുതൽ അങ്ങയിൽ കർത്താവെ ശക്തി പ്രാപിച്ച് ദിനത്തോറും അങ്ങയ്ക്ക് വേണ്ടി കർത്താവ് പ്രയോജനമായി തീരുവാൻ സഹായിക്കണം.
ലോകത്തിന്റെ പ്രകൃതിയെ കണ്ട് ഞങ്ങൾ കർത്താവ് അധൈര്യപ്പെടുന്നവരായിട്ടല്ല, ഞങ്ങളെ കരുതുന്നവൻ, ഞങ്ങളെ കാവൽ ചെയ്യുന്നവൻ, ഞങ്ങളെ അങ്ങോട്ട് അടുപ്പിക്കുന്നവൻ, ഹല്ലേലൂയ, ഞങ്ങളുടെ മേൽ ശക്തി പകരുന്ന ഒരു കർത്താവുണ്ടെന്ന് ഇന്ന് രാത്രികാലം മനസ്സിലാക്കുവാൻ ഇടയാക്കിയതിനാൽ നന്ദി. ഹല്ലേലൂയ. ഓ ദീപൻ സൗടാ വികാരമാ സമ്മലവക്ഷികാരമാ ദീപലവലിതാ സൗടികരകനെ അസ്താരി ദീപലവക്ഷികാരമാ ഉടനെ സൗടാ വികാരമാ സമ്മലവക്ഷി ദീപൻ സൗടേ അസ്താരികാരമാ. യേശുവിന്റെ രക്തത്താൽ ഞാൻ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് കർത്താവ് ഞങ്ങൾ ഇടപെട്ടതിനാൽ നന്ദി കർത്താവേ. നിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ഞങ്ങളുടെ തീരുമാനവും പ്രതിഷ്ഠയും ഞങ്ങൾ കർത്താവ് മറന്നു പോകുന്നവരായിട്ടല്ല, ഓരോ ദിവസവും അങ്ങയുടെ തിരുസൻ സന്തോഷിച്ച് അങ്ങയിൽ ബലമേറ്റെടുത്തുകൊണ്ട് ജീവിപ്പാൻ ഓരോ ഭവനങ്ങളെയും സഹായിക്കണം ദൈവമേ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം. ജോൺസിനെയും കുടുംബമായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. സ്തോത്രത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും നിന്റെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസൻ കർത്താവിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന ആട്ടുകൂട്ടങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് മാനിക്കണമേ, കർത്താവിന്റെ കൃപയിൽ നിറയ്ക്കണമേ, കർത്താവിന്റെ കാരുണ്യത്താൽ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ നടമാടുന്ന ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെയൊക്കെ ഇന്നുവരെയും സൂക്ഷിച്ച കൃപയ്ക്കായി നന്ദി. കരുണയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഒരു പ്രാവശ്യം കൂടി മഹാരാഷ്ട്രയ്ക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ ഞങ്ങളോടങ്ങ് മനസ്സരിയണമേ. കർത്താവിന്റെ ഭക്തന്മാരുടെ ആ യാചനയെ കർത്താവെ സ്തോത്രം നൽകുന്നവനായി ദൈവം ദേശത്തിന് മേൽ വ്യാപരിച്ചിരിക്കുന്ന അന്ധകാര ശക്തിയെ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകാൽ ദൈവമേ കോവിഡിന്റെ ആധിക്യത്താൽ ഹോസ്പിറ്റലിലും അതുപോലുള്ള അഭയസ്ഥാനങ്ങളുമായിരിക്കുന്ന ഞങ്ങളിൽ പലരുണ്ട് കർത്താവിനെയൊക്കെ ഞങ്ങൾ പേര് വരാമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിക്കാലം ഞങ്ങൾ എല്ലാവരുടെ മനസ്സരിഞ്ഞാട്ടെ. ഈ 139 ദിവസം ഞങ്ങളോട് സംസാരിച്ച കർത്താവ് നാളെ ഞങ്ങൾ ഇടപെടണമേ. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങൾ എല്ലാവരെയും സൂക്ഷിക്കണമേ കർത്താവേ. നാളത്തെ മീറ്റിംഗ് അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ. ഈ മീറ്റിംഗ് മുഖാന്തരം ഞങ്ങൾ ദിവസങ്ങൾ അനുഗ്രഹപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദി. ഞങ്ങൾ കൂടുതൽ കർത്താവ് ബലത്തോട് നിൽക്കുന്നതിനാൽ നന്ദി. കൃപയിൽ നിറയ്ക്കണം, മഹത്വം തിരുമേനി എടുക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയമൂലം കേൾക്കണമേ. ജീവനുള്ള പിതാവേ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിയുടെ പരിശുദ്ധാത്മാന്റെ കൂട്ടായ്മയും കരുതലും കാവലും സഹവാസം ഇപ്പോഴും നാം ഓർത്ത പ്രാപ്തിച്ച സകല വിഷയങ്ങളുടെ മേലും ഇപ്പോൾ തിരിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട മേലും ഭൂമിയിലെ സകല വിശുദ്ധന്മാരുടെ മേലും ഇനിയും തമ്മിൽ കണ്ടുമുട്ടും വരെയും കർത്താവിന്റെ രണ്ടാമത്തെ വരവോളിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.